പുത്രനായ ക്രിസ്തുവെ കുറിച്ച് നമ്മളിൽ ദൈവം പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന തൻ്റെ ആത്മാവിനെ കുറിച്ച് ഒക്കെയാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിൻ്റെ യേശു ആയിരുന്നതുപോലെ വെളിപ്പെടലായി മാറുക. യേശു ക്രിസ്തു എങ്ങനെ ഭൂമിയിലായിരുന്നു? യേശു പറഞ്ഞു, എന്നെ എൻ്റെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുകയാണ്. അതുകൊണ്ട് കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കുമായി സ്തോത്രം. ജീവിതത്തിലെ പല തുറകളിൽ നിന്നുള്ള പലരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഓൺലൈനിലായിരിക്കുന്ന നിങ്ങൾക്ക് ഇതാ വന്ദനം അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഇവിടെ സംസാരിക്കുന്നത് ജാതിയുടെയോ മതത്തിൻ്റെയോ സംഘടനയുടെയോ ഒരു സന്ദേശമല്ല, പകരം ദൈവം മാനവരാശിക്ക് തരുന്ന സ്നേഹ സന്ദേശമാണ്. ദൈവം ഒരു ജാതിയിൽ ഉൾപ്പെടുന്ന ആളല്ല. ദൈവത്തിനൊരു മതവുമില്ല. നമുക്കാണ് മതവും സംഘടനയും ഗ്രൂപ്പൊക്കെ ഉള്ളത്. ദൈവം സർവപ്രപഞ്ചത്തിൻ്റെയും ഉടമസ്ഥനാണ്, സൃഷ്ടാവാണ്. ആ സൃഷ്ടാവായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതിയാണ് നിങ്ങളെ ഈ കൊല്ലം ദേശത്ത് അറിയിപ്പാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന ടൈറ്റിൽ എനിക്ക് തന്നത് വാസസ്ഥലം എന്നതിനെ കുറിച്ചാണ്. വാസസ്ഥലം. ഹല്ലേലൂയ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കും. അതിനു മുമ്പ് ഒരു വാക്ക് എന്നെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അതൊരു മാന്യതയല്ലല്ലോ. എൻ്റെ ജഡത്തിൽ എൻ്റെ മാതാപിതാക്കന്മാർ, അതായത് ശരീരത്തിലുള്ള എൻ്റെ അപ്പനും അമ്മയും എനിക്ക് ഇട്ടിരിക്കുന്ന പേര് ഷാജി എന്നാണ്. ഞങ്ങളുടെ വീട്ടുപേര് വെമ്പനാട്ട് എന്നാണ്. ഒരു കായലില്ലേ, വെമ്പനാട്ട് കായല്ലേ, വെമ്പനാട്ട് എന്നാണ്. എൻ്റെ ഭൂമിയിലെ അപ്പൻ്റെ പേര് ജോസഫ് എന്നാണ്. അങ്ങനെ എൻ്റെ മൊത്തം പേര് ഷാജി വെമ്പനാട്ട് ജോസഫ് എന്നാണ്. ഹല്ലേലൂയ. അത് ഭൂമിയിലെ പേരാണ്, താൽക്കാലികമായ പേരാണ്. അത് താൽക്കാലിക വാസമേ അവിടെയുള്ളൂ. നമ്മളെല്ലാവരെയും പോലെ ഞാനും ഒരു മതത്തിൻ്റെ ഉള്ള ഒരു കത്തോലിക്ക ഇതിൻ്റെ ഉള്ളിൽ ജനിച്ചു വളർന്നു. അച്ഛൻ്റെ ഇടത്തും വലത്ത് നിൽക്കുന്ന അൾത്താര ബാലന്മാരിൽ ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ അപ്പനും അമ്മയും ഒക്കെ 12 മക്കളുള്ള കുടുംബത്തിലെ, കന്യാസ്ത്രീ അമ്മയൊക്കെ ഉള്ള കുടുംബത്തിലെ ആ ഒരു തലമായിരുന്നു. ആ ഒരു തലത്തിൽ നിന്നാണ് വിശുദ്ധ ബൈബിളിലൂടെ ഒരു ഹിന്ദു സഹോദരൻ സുരേഷ് എന്ന് പറയുന്ന ഒരു ടീച്ചറിൻ്റെ അടുക്കൽ ട്യൂഷന് പോയപ്പോൾ അദ്ദേഹം എന്നോട് ക്രിസ്തുവിനെ കുറിച്ച് പറയുകയും ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചൊരു ചെറുതായിട്ടൊരു ക്രമീകരണം തരികയും ചെയ്തു. തുടർന്ന് എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ ബൈബിളിലൂടെ സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയുന്ന സന്ദേശം എന്തെന്ന് എനിക്ക് മനസ്സിലാക്കാൻ ദൈവം സഹായിച്ചു. ആ സന്ദേശം എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച് കളഞ്ഞു. ഹല്ലേലൂയ. അപ്പോഴാണ് സ്നേഹനിധിയായ ഒരു പിതാവിനെ, ഉടമസ്ഥനെ ക്രിസ്തു നമുക്ക് പരിചയപ്പെടുത്തരുന്നതായിട്ട് ഞാൻ വിശുദ്ധ ബൈബിളിലൂടെ കാണുവാനായിട്ട് ഇടയായത്. ആ സ്വർഗീയ പിതാവുമായിട്ടൊരു കണക്ഷനിലേക്ക് കടന്നു വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിൻ്റെ മഹാദയ എൻ്റെ യാതൊരു കഴിവുമല്ല. അങ്ങനെ ആ കണക്ഷനിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ ജീവിതത്തിന് വലിയൊരു മാറ്റമായി തീർന്നു. നമ്മളെ പലരും ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഒരു ദുബായിലൊരു ബിസിനസ്സുകാരനാണ് ഞാൻ. ഇന്നും ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ആ ബിസിനസ്സൊക്കെ എനിക്ക് എല്ലാം സെക്കൻഡറിയാണ്. പ്രധാനമായി ഞാൻ ക്രിസ്തു ചെയ്ത ആ പ്രൊജക്റ്റ് ഞാൻ മനസ്സിലാക്കുവാനായിട്ടിടയായി. ആ ക്രിസ്തു ചെയ്ത പ്രൊജക്റ്റ് മനസ്സിലാക്കുവാനിടയായപ്പോൾ ഞാൻ മനസ്സിലാക്കി, ക്രിസ്തു ചെയ്ത പ്രൊജക്റ്റിൻ്റെ ലാഭത്തേക്കാൾ വലുതായി വേറൊരു ലാഭമില്ല. ഇത് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ദുബായ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ബിസിനസ്സുകളൊക്കെ ഞാൻ പയ്യെ ഒരു സൈഡിലേക്ക് ഒതുക്കി ഞാൻ അതിൽ നിന്ന് ഒരു സംഭവത്തെ ഇങ്ങ് എടുത്തു. അതിൽ നിന്ന് ഞാൻ എടുത്ത സംഭവത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സമയമാണ്. ആ സമയത്തെ ആ ബിസിനസ്സിന് ഉദ്ധരിച്ചെടുത്തിട്ട് ആ സമയം ക്രിസ്തു ചെയ്ത ഫാദേഴ്സ് പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഞാനൊരു ഇൻവെസ്റ്ററാട്ടോ. ഹല്ലേലൂയ. എൻ്റെ വിസ ഇൻവെസ്റ്റർ എന്നുള്ള പേരിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കയ്യിലുള്ളത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ചിന്ത വെച്ചാൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തു ചെയ്ത പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പ്രധാനമായും സമയമാണ്. സമയം ഇൻവെസ്റ്റ് ചെയ്യണം, ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, റിഡീമിങ് ദ ടൈം ബിക്കോസ് ദ ഡേയ്സ് ആർ ഈവിൾ. സമയത്തെ ഉദ്ധരിച്ചെടുക്കുക. കാരണം ഇപ്പോൾ നിൻ്റെ സമയം മുഴുവൻ പിശാച് പിടിച്ചിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഉദ്ധരിച്ചെടുക്കണം. സമയം നിനക്ക് തന്നത് കേരള ഗവൺമെൻറ് അല്ല. ആണോ? ഡൽഹി ഗവൺമെൻറ് ആണോ? അല്ല. നിൻ്റെ അപ്പനും അമ്മയാണോ? അല്ല. സ്വർഗത്തിൽ നിൻ്റെ അപ്പനല്ലേ സമയം തന്നത്? എല്ലാ ദിവസവും രാവിലെ 12 മണിയാകുമ്പോൾ 24 മണിക്കൂർ പോക്കറ്റിലിട്ട് തരത്തില്ലേ? ഇല്ലേ? ആ 24 മണിക്കൂർ. പക്ഷേ നമ്മൾ ഇന്ന് സമയം വിറ്റ് ജീവിക്കുന്നവരാണ്. ദൈവം തന്ന സമയം വേറെ ആർക്കോ വിറ്റിട്ട് നമ്മളതുകൊണ്ട് അശോകകരം പ്രിൻ്റ് ചെയ്ത പേപ്പർ
മാസം 30 മേടിച്ചെടുത്തിട്ട് അതുകൊണ്ട് പച്ചക്കറി കടയിൽ അവിടെ ഇവിടെയൊക്കെ പോയി അരിയും പച്ചക്കറി ഇറച്ചിയൊക്കെ മേടിച്ച് അത് നമ്മൾ ഭക്ഷണം കഴിച്ച് ഈ കൊച്ചു വയറിൽ ഇട്ട് ഈ വയറിലിട്ടിട്ട് ഈ ശരീരം വലുതാക്കി അങ്ങനെ വലുതാക്കി പിന്നെ വലുതാകാതെയാകും ശരീരം. എത്ര കഴിച്ചാലും വലുതാകാതെയാകും. 1.5 കിലോ 2 കിലോ ഉള്ള ആ കൊച്ചു ശരീരത്തെ വളർത്തി 30, 40, 50, 60, 70, 80 ഒക്കെ ആക്കി നമ്മൾ അതിനെ മരണത്തോടുകൂടി ഒരു പെട്ടിയിലെ, ചിലപ്പോൾ പെട്ടിയിലായാലും പെട്ടിയിലല്ലാതെയും പൊതിഞ്ഞ് അല്ലേ, സമയം രഥത്തിൽ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ആ പാട്ടൊക്കെ പാടി ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കുഴി കൊണ്ടുപോയിക്ക് അല്ലെങ്കിൽ അത് ചിതയെ കൊണ്ടുപോയിക്ക് അല്ലേ. അപ്പോൾ നമ്മൾ അധ്വാനിച്ചത് മുഴുവൻ വെറുതെ ആയില്ലേ? ഇല്ല, ഇത്രയും നാൾ അധ്വാനിച്ചത് മുഴുവൻ എന്തായി? വെറും മണ്ടന്മാരായി തീർന്നു. അപ്പോൾ ഇത് മനസ്സിലായി കഴിയുമ്പോൾ ഞാൻ യേശുക്രിസ്തുവിൻ്റെ പ്രൊജക്റ്റിലേക്ക് നോക്കി. തൻ്റെ അപ്പൻ തനിക്ക് ഏൽപ്പിച്ച പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റിൽ നോക്കിയപ്പോൾ മനസ്സിലായത് അതിൽ നിന്ന് നേടുന്ന ഒരു കാര്യവും വ്യർത്ഥമല്ല. ഇത് നമുക്ക് മരണം നഷ്ടപ്പെടുത്തത്തില്ല, അത് നമ്മളെ സെമത്തേരി കൊണ്ടുപോകത്തില്ല, നമ്മുടെ ചിത നമ്മളെ അത് അപഹരിച്ചുകൊണ്ട് പോകത്തില്ല. അതിലൂടെ നേടുന്നത് മുഴുവൻ നമുക്ക് നിത്യം ഉപയോഗിക്കാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇത് എനിക്ക് കിട്ടിയ ചിന്തയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മൾ ഇവിടെ എന്താ ചെയ്യണമെന്നറിയാമോ? നമ്മൾ ഒരു വാസസ്ഥലം പണിതെടുക്കുകയാണ്. ആർക്ക്? നമ്മൾ വാസസ്ഥലം പണിതെടുക്കുന്നത് നമ്മുടെ ശരീരത്തിനാണ്. നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ഇതുപോലത്തെ ഒരു വീടുണ്ടാക്കിയെടുക്കുക എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണേ. ഒരു വീടുണ്ടാക്കിയെടുക്കണം, നല്ല കാര്യമാണ് വീടുണ്ടാക്കിയെടുക്കുക. പക്ഷെ ഒരു വീടിൻ്റെ ആയുസ് ഒരു കോൺട്രാക്ടറോട് അല്ലെങ്കിൽ ഗവൺമെൻറ്റോട് ചോദിച്ചാൽ അവർ പറയുന്നത് നല്ല ആയുസ് എന്ന് പറയുന്നത് ഒരു 20 വർഷമാണ്. എന്നാൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ആ വീട് നമുക്ക് 35, 40, 45 ഉപയോഗിക്കാം, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ. അല്ലെങ്കിൽ പെട്ടെന്ന് പോകും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അത് പൊളിച്ചു കളയണം. ഞാൻ ഇന്ന് ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ ഞങ്ങൾ കൊല്ലത്ത് എവിടുന്നോ ഒരു ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊന്നും കാണാത്തൊരു സംഭവം കൊല്ലത്ത് കണ്ടു. എന്നാണെന്നറിയാമോ? പണ്ടത്തെ കട, പണ്ട് നാളിൽ ഷട്ടറല്ലല്ലോ, ഇങ്ങനെ ഓരോ പലകൾ ഇട്ടിട്ടിട്ട് അതിലൊരു ഇങ്ങനെ ഒരു കോലി. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സംഭവം അതേ അടുത്ത്. ഞാൻ ഉടനെ ഫോട്ടോ എടുത്തു. കാരണം അതുപോലെ ഇന്ന് കാണാൻ കിട്ടാറില്ല. കാരണം അതെല്ലാം പണ്ടത്തെയൊക്കെ പൊളിച്ച് കളഞ്ഞു, എല്ലാം കോൺക്രീറ്റ് ടൈപ്പായി, ഷട്ടർ ടൈപ്പായി. ഇതേപോലെ പണ്ടത്തെ ബിൽഡിങ്ങുകളൊക്കെ ഇടിച്ച് പോവുക. മനസ്സിലായി? 30, 40 വർഷം, 45 വർഷം എല്ലാം പോവുക. അത് ശരീരം താമസിക്കുന്ന വീടാണ്. ഇതുപോലത്തെ നമ്മുടെ ഈ ശരീരം ഇല്ലേ, താമസിക്കുന്ന വീടാണ്. എന്നാൽ മനസ്സിലാക്കുക, നമ്മുടെ ശരീരം ഒരു വീടാണ്. നമ്മുടെ ഈ ശരീരം ഉണ്ടല്ലോ, ഒരു വീടാണ്. ഇത് വളർത്തിയെടുത്തത്, പെർമിഷൻ തന്നതും ഗിഫ്റ്റ് ചെയ്തതും ഒക്കെ ദൈവമാണ്. ഇത് നമ്മൾ വാടക കൊടുക്കാറുണ്ടോ? ഇല്ല, വാടക കൊടുക്കുന്നില്ല അല്ലേ? അപ്പോൾ ഈ ശരീരത്തിന് വാടക കൊടുക്കുന്നില്ല. നമ്മളിത് വാടകയ്ക്ക് എടുത്തതല്ല, പിന്നെ 100 വർഷം പാട്ടത്തിന് ലീസിനെടുത്താണോ? അതുമല്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു വീടിന് ആയുസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ 40 വർഷമൊക്കെ ആവറേജ് കിട്ടും. പക്ഷേ ഈ വീടിന്, ഈ ശരീരം എന്ന വീടില്ലേ, ഒരു 2 കിലോ ആയിട്ടാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചത്. പിന്നെ ഇത് ഇറ്റ്സ് എ ഗ്രോവിങ് ഹൗസ്, വളരുന്ന വീടാണ്. അങ്ങനെ ഈ വീട് വളർത്തിയെടുത്തതാരാ? നമ്മൾ ഓരോരുത്തരാ അല്ലേ? ആദ്യം അമ്മയുടെ പാല് കുടിച്ചു, പിന്നെ കുറച്ച് ഫാരക്സ് ടൈപ്പ് അങ്ങനെയുള്ള ഫുഡ്, പിന്നെ ചോറ്, പിന്നെ കട്ടിയായിട്ടുള്ള ആഹാരം കഴിച്ച് ഇത് വളർത്തിയെടുത്തു അല്ലേ? അപ്പം ഈ വീടിൻ്റെ ഈ ശരീരമല്ല, ഇത് മണ്ണുകൊണ്ടുള്ളൊരു വീടാണ്. കാരണം നമ്മൾ ചീര കഴിച്ചു അല്ലേ? ചീര കഴിച്ചപ്പോൾ, ഇന്നലെ ഇത് ചീരയായിരുന്നു, അവിടെ ഇരുന്ന് ആ ചെടി അവിടെ നട്ടിരുന്നപ്പോൾ അത് കട്ട് ചെയ്ത് നമ്മൾ കഴിച്ചപ്പോൾ ഇന്നത് ആരായി? ശാന്തി അത് കഴിച്ചെന്ന് ചിന്തിച്ചോ? അപ്പം ഇന്നലെ അത് ചീരയായിരുന്നു, ശാന്തി അത് കഴിച്ചപ്പോൾ ഇന്നലത്തെ ചീര ആരായി മാറി? ശാന്തിയായി മാറി. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പം ഇന്നലത്തെ ചീര ശാന്തിയായി മാറി. അങ്ങനെ ശാന്തി ഇങ്ങനെ കുറേശ്ശെ വളരാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ കണ്ട ആ പൊട്ടറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ്, ഇന്നലെ അത് ഉരുളക്കിഴങ്ങായിരുന്നു, പക്ഷെ അത് കഴിച്ച് ഇന്ന് അത് എനിക്ക് എനർജി ആയപ്പോൾ അത് ഞാൻ ആ ഉരുളക്കിഴങ്ങ് ജോർജായി മാറി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ആ ചെറിയ ശരീരം വളർത്തിയെടുത്ത് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കഴിയണേ. ഈ ശരീരത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ താമസം. ആരുടെ താമസം? നമ്മുടെ താമസം. അല്ലാണ്ട് ശരീരം നമ്മളല്ല. ശരീരം ഒരു വീടാ. മനസ്സിലായോ? അതൊരു വീടാ, ശരീരം നമ്മളേ അല്ല. നമ്മുടെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ശരീരം നമ്മളാണെന്നാണ്. ശരീരം
ഒരു വീടാണ്. അപ്പോൾ തന്നെ ഇത് മാഗ്നിഫിസൻ്റ് മിഷനാണ്, ഒരു മിഷനാണ്. നിങ്ങൾക്കറിയാമോ, ഈ ശരീരത്തിന് ഒരു കൊച്ചു മോട്ടറുണ്ട്. ഒരു കൊച്ചു മോട്ടർ, നമ്മുടെ കാറിനൊരു എഞ്ചിനില്ലേ, ഇതേപോലെ ശരീരത്തിൻ്റെ കൊച്ചു മോട്ടറുണ്ട്. ഈ ഭാഗത്ത് ഇത്ര ഉണ്ട്, ഈ ഫിസ്റ്റിൻ്റെ സൈസിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിങ്ങനെ മിനിറ്റിൽ 72 പ്രാവശ്യം അത് പൾസ് ജനറേറ്റ് ചെയ്യും, ഇങ്ങനെ പമ്പ് ചെയ്യും. അങ്ങനെ അത് ചെയ്യുന്നത് കൊണ്ടാണ് ബാക്കി ഇതാ അതിൻ്റെ ഉള്ളിൽ, ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ബാക്കി 77 പാർട്സ് ഉണ്ട് ഈ ഹാർട്ടിനെ കൂടാതെ. അതിനുശേഷം അപ്പം മൊത്തം 78ആയില്ലേ. പിന്നെ ഒറ്റ ഈ തൊലി കണ്ട, തൊലി, ഈ തൊലിൻ്റെ ഒരു കുപ്പായമാണ് മൊത്തം കവർ ചെയ്ത്. നമ്മൾ റെയിൻകോട്ട് ഇടത്തില്ലേ, റെയിൻകോട്ട് ഇടുന്നത് പോലെ അതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു ലാമിനേറ്റഡ് കുപ്പായമാണ്. അതാണ് 79ാമത്തെ അവയവം. അങ്ങനെ മൊത്തം 79 അവയവങ്ങൾ 78 ഉള്ളിലും ചേർത്തിട്ട് ഒരു വെച്ചിരിക്കുന്ന സിസ്റ്റമാണ്. അതായത് ഒരു ഫ്രെയിം ഉണ്ടാക്കും. നമ്മൾ ഈ റൂഫ് ചെയ്യണവരെ കണ്ടിട്ടില്ലേ, അവർ സ്ക്വയർ ട്യൂബ് കൊണ്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കും, എന്നിട്ട് അതിലല്ലേ ഷീറ്റ് ഇടുന്നേ. ഇതേപോലെ സ്വർഗത്തിലെ ദൈവം 206 അസ്ഥികൾ കൊണ്ട് നമ്മുടെ ഉള്ളിലൊരു ഫ്രെയിം ഉണ്ടാക്കി, നമ്മുടെ ഉള്ളിലൊരു ഫ്രെയിം ഉണ്ടാക്കി. ആ 206 അസ്ഥികളുടെ ഉള്ളിൽ 78 സ്പെയർ പാർട്സ് ഉണ്ടല്ലോ, അവയവങ്ങൾ പിടിപ്പിച്ചു. ഉള്ളിൽ അവയവങ്ങൾ പിടിപ്പിച്ചു. എന്നിട്ട് ഈ ഇത്രയും 78 അവയവങ്ങളും കൂടി ചേർന്നിട്ട് 1,00,000 കിലോമീറ്റർ നാഡി ഞരമ്പുകൾ, നെറ്റ്വർക്കില്ലേ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണ്ടിട്ടുണ്ടോ, ലാന് വാന്, ഇതേപോലെ നെറ്റ്വർക്ക് ചെയ്തു ഉള്ളിൽ. അതെല്ലാം ഉണ്ട്. ബ്ലഡ് പോകുന്ന സംവിധാനമുണ്ട്, സിഗ്നൽസ് പോകുന്ന സംവിധാനമുണ്ട്. സിഗ്നൽസ് പോകുന്നതിനെ നമ്മൾ നാഡി എന്ന് പറയും, ബ്ലഡ് പോകുന്നതിനെ ഞരമ്പെന്ന് പറയും. അങ്ങനെ 1,00,000 കിലോമീറ്റർ അല്ലാണ്ട് കണക്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടി മൂടിയിട്ട് ഒരൊറ്റ കുപ്പായം 79ാമത്തെ അവയവമായ ഈ തൊലി അങ്ങ് ഇട്ട് അതിനങ്ങ് മൂടിയിട്ട് ദൈവം ഭയങ്കര ഒരു കലാകാരനെ പോലെയാണ്. എന്നിട്ട് എല്ലാത്തിനും കളറ് കൊടുത്തു. വെളുപ്പ്, കറുപ്പ്, ഇരുനിറം, ഇങ്ങനെ എല്ലാത്തിനും കളറ് കൊടുത്ത് നല്ല മനോഹരമായിട്ട് ഇതിനെ ഡിസൈൻ ചെയ്തു. അങ്ങനെ ഇതിനെ മനോഹരമായിട്ട് ഇതിനെ ഡിസൈൻ ചെയ്തിട്ട് ഇതാ ഓരോരുത്തർ ബിജു സാവിത്രി മേരി സമയാസമയങ്ങളിൽ എല്ലാവരും ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മുടെ ഉള്ളിലെ സിസ്റ്റങ്ങളെക്കുറിച്ച് നമ്മളെല്ലാം ചിന്തിക്കാറുണ്ടോ? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, എൻ്റെ ദൈവമേ ഈ മോട്ടർ ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം ഇടിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതുവരെ ആരെങ്കിലും? ഇല്ല, നമ്മളതൊന്നും പ്രാർത്ഥിക്കാറില്ല അല്ലേ. ഇതൊക്കെ ദൈവം മനോഹരമായിട്ട് ചെയ്യും. മൊത്തം ഇവിടെയൊക്കെ മൊത്തം പൊടിയാ. അപ്പോൾ ദൈവമേ മൊത്തം പൊടിയാണേ, എൻ്റെ സിസ്റ്റം കംപ്ലൈൻ്റ് ആവുമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. ദൈവത്തിനറിയാം ആ പൊടി അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ മൂക്കിൻ്റെ ഉള്ളിൽ ഈ രോമങ്ങൾ ഇട്ടിരിക്കുന്നുണ്ടോ, ഈ രോമങ്ങൾ ഇട്ടിരിക്കുന്നത് ഈ പൊടി അകത്തേക്ക് കയറിയിട്ട് നമ്മുടെ ഉള്ളിൽ ഫിൽറ്ററിങ് സിസ്റ്റം ഉണ്ട്. പ്യുവർ ഓക്സിജൻ കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് ഫിൽറ്ററിങ് സിസ്റ്റം ഉണ്ട്. അതിനെ പൊടികൾ തടയാൻ വേണ്ടിയാണ് ഈ മൂക്കിൻ്റെ ഉള്ളിൽ ഈ എയർ കണ്ടീഷണർ ഫിൽറ്ററൊക്കെ ഇട്ടിട്ടില്ലേ. നമ്മൾ വിചാരിച്ചത് ഇപ്പോൾ കണ്ടുപിടിച്ചാണെന്ന്. അല്ല, ദൈവം നേരത്തെ കണ്ടുപിടിച്ചത് നമ്മൾ മനുഷ്യൻ കോപ്പി അടിക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ദൈവം രോമം കൊണ്ടൊരു ഫിൽറ്റർ ഉണ്ടാക്കിയിട്ട് 2 ഇത് ഈ മൂക്കിൻ്റെ ഉള്ളിലും ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ പൊടി അവിടെ വന്ന് തടയും. ഇനി ചില പൊടികളുണ്ട് അതിലും പിടിക്കത്തില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്ന അറിയാമോ, ഈ അതിൻ്റെ ഉള്ളിലൊരു ദ്രാവകം ഇട്ടു. മൂക്കളാന്ന് കേട്ടിട്ടുണ്ടോ? ആ ദ്രാവകത്തിൽ വന്ന് ആ പൊടി അവിടെ തടഞ്ഞു നിൽക്കും. വീണ്ടും ചില സംഭവങ്ങളുണ്ടോ അതിനേക്കാൾ 3rd ലെവൽ പ്രൊട്ടക്ഷൻ. ഞാൻ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് പറയുകയാണേ. 3rd ലെവൽ പ്രൊട്ടക്ഷൻ എന്നറിയാമോ, ഇത് രണ്ടിനെയും വെട്ടിച്ച് ചില പൊടി അകത്ത് കയറും. സഹോദരിമാർ അല്ലെങ്കിൽ സഹോദരന്മാർ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ഈ ഉള്ളി മൂപ്പിക്കില്ലേ, മുളക് മൂപ്പിക്കത്തില്ലേ, അപ്പോൾ ഒരു സ്മെല്ല് വരത്തില്ലേ, അതകത്ത് കയറി കഴിഞ്ഞാൽ അത് രോമവും ഈ ഫിൽറ്ററും തോറ്റുപോകും, മൂക്കളെ തോറ്റുപോകും. ഇതകത്ത് കയറി അങ്ങ് പോകും. അപ്പോഴാണ് ദൈവത്തിൻ്റെ 3ാം ലെവൽ പ്രൊട്ടക്ഷൻ വരുന്നത്. എന്താണ് ആ 3ാം ലെവൽ പ്രൊട്ടക്ഷൻ എന്നറിയോ? അകത്ത് കയറിയൊക്കെ തീർച്ച് പോകും. ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചോ? ഇതൊക്കെ ദൈവം ചെയ്യുന്നതല്ലേ. കാരണം ഈ ഉപകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ല, ദൈവത്തിൻ്റെയാ. മനസ്സിലായോ? നമ്മളിതിലെ കെയർ ടേക്കേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ നാം ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഈ വീട് കണ്ടോ, ഈ ശരീരം എന്ന വീട്, ഈ വീട്ടിൽ കുറച്ച് ദിവസങ്ങളെ നമുക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ടൈറ്റിൽ വാസസ്ഥലമാണേ, കുറച്ച് ദിവസം ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഭൂമിയിലെ വീടെന്ന് പറയുന്നത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ 40 വർഷം. പക്ഷെ ഈ വീടെന്ന് പറയുന്നത് 60, 70, ഏറിയാൽ 80. അത് കഴിഞ്ഞാൽ വീട് ഒഴിഞ്ഞു കൊടുക്കണം. പിന്നെ സിസ്റ്ററെ വീട് ഒഴിഞ്ഞു കൊടുക്കണം കേട്ടോ. അമ്മച്ചി വീട് ഒഴിഞ്ഞു കൊടുക്കണേ, വീട് ഒഴിഞ്ഞു കൊടുക്കണേ. നമ്മുടെ അല്ലേ ഇത്, വീട് ഒഴിഞ്ഞു കൊടുക്കണം. വാടകയില്ലാതെ താമസിക്കാൻ തന്നതാ. 60, 70, ഏറിയാൽ 80. ജ്യോതിഷേ വീട് ഒഴിഞ്ഞു കൊടുക്കണേ മോനെ കേട്ടോ. പാസ്റ്റർ ജോർജ് വീട് ഒഴിഞ്ഞു കൊടുക്കണം കേട്ടോ. ഞാൻ പാസ്റ്റാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, വീട് ഒഴിഞ്ഞു കൊടുത്തേ പറ്റൂ.
കൂട്ടത്തിലിരിക്കുന്ന എല്ലാവരും സ്നേഹിച്ചോണ്ട് പറയാ, വീട് ഒഴിഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ വീട് ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ വീട്ടിൻ്റെ ചുറ്റുമുള്ള പാട്ടുകളൊക്കെയാണ് നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒഴിഞ്ഞു കൊടുത്തിട്ട് പരിചയമില്ലാത്തതുകൊണ്ടാണ്. ആ പരിചയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേനെ. ഹല്ലേലൂയ. ചുറ്റും ഇങ്ങനെ പാട്ടൊക്കെ പാടി അവർ സമയമാ രഥത്തിൽ എന്നൊക്കെ പറഞ്ഞ് സഹോദരന്മാരൊക്കെ ചുറ്റും പാട്ടൊക്കെ പാടി നമ്മൾ വീട് ഒഴിഞ്ഞു പോയി. മനസ്സിലാകുന്നുണ്ടോ? അധികം താമസിയാതെ, വേറെ ഒന്നുമല്ല. നിങ്ങളൊരു വീട് വെച്ചു, ലോൺ എടുത്താൽ ചെയ്തേ, പക്ഷെ ലോൺ അടയ്ക്കാൻ പറ്റിയില്ല. എന്തു പറ്റും? ജപ്തി വരും. ഇതേപോലെ തന്നെ നമ്മളെല്ലാവരെയും മരണം ജപ്തി ചെയ്യും. മനസ്സിലായോ? മരണം ഈ വീട്ടിൽ നിന്ന് എല്ലാവരെയും ജപ്തി ചെയ്യും. മോനെ, മരണം ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ താമസിക്കാൻ വേറെ വീടുണ്ടോ? മരണം ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ താമസിക്കാൻ വേറെ വീടുണ്ടോ? അവിടെ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ കത്തോലിക്കനാണ്, ഞാൻ പെന്തക്കോസ്തുകാരനാണ്, ഞാൻ CSA എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? മരണം പറയുന്നു ഞാൻ ഇങ്ങനെയുള്ളവരെയൊന്നും അറിയത്തില്ല. എൻ്റെ ഡ്യൂട്ടി ജപ്തി ചെയ്യുക. ഇവിടെ ജാതിയോ മതമോ സംഘടന ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ പ്രസിഡന്റാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, പ്രധാനമന്ത്രിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റിക്ഷ ഓടിക്കുന്ന ആളാന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, ഞാൻ ഇവിടുത്തെ സർക്കിളാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. മരണം ജപ്തി ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. മരണം ജപ്തി ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ നമ്മളാവുന്ന ദേഹിക്ക്, സോളിന് താമസിക്കാൻ വേറെ വീടില്ല. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ എന്താ വേണ്ടേ? വേറൊരു വീട് വേണ്ടേ? ഇതല്ലേ യേശുക്രിസ്തു പറഞ്ഞേ? ക്രിസ്ത്യാനിക്ക് പോലും മനസ്സിലായില്ല, ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ പോവാന്ന്. ഞാൻ നിങ്ങളുടെ ഈ വാസസ്ഥലം ഇപ്പൊ പോകും. ഈ വാസസ്ഥലം, ശരീരത്തിന്റെ ഈ വാസസ്ഥലം, ശരീരമാകുന്ന വാസസ്ഥലം ഇപ്പൊ പോകും. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാനാ. ഹല്ലേലൂയ. പിടുത്തം കിട്ടിയാ? എന്നാ പിന്നെ നമുക്ക് അതിനോട് ചേർന്ന് പ്രവർത്തിച്ചുകൂടെ? നമുക്ക് വേണ്ടി ഒരാളൊരു വീട് ഒരുക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് മൈൻഡ് ചെയ്യാതെ നടക്കണതിനാ? ഇതേതായാലും പോകും. അപ്പൊ അതനുസരിച്ച് ഹാൻഡിൽ ചെയ്താൽ പോരെ? ഞാൻ ഒരിക്കല് എൻ്റെ മാനേജ്മെന്റിൽ ദൈവം തന്നിരിക്കുന്ന ഒരു വീട് ഒരു പാസ്റ്റർക്ക് വാടകയ്ക്ക് കൊടുത്തു. അപ്പൊ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ പാസ്റ്റർക്ക് ഭയങ്കര താല്പര്യമാണ്. പക്ഷെ ഞാൻ അവിടെ നോക്കുമ്പോൾ ഈ പാസ്റ്റർ അവിടെ ചീര നട്ടുപിടിപ്പിച്ചിരിക്കണോ, ഈ അച്ചിങ്ങ നട്ടുപിടിപ്പിച്ചിരിക്കണോ, പിന്നെ വാഴ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കണം. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഞാൻ അവിടെ വെച്ചത് തെങ്ങ്, പ്ലാവ്. ഞാൻ ചിന്തിച്ചു, ഈ പാസ്റ്റർ എന്താ ഇവിടെ തെങ്ങ് നട്ടുപിടിപ്പിക്കാത്തേ? ഇവിടെ പ്ലാവ് നട്ടുപിടിപ്പിക്കാത്ത ഈ പാസ്റ്റർ എപ്പോഴും ഈ തക്കാളി, ഈ അച്ചിങ്ങ, വാഴ ഒക്കെ നട്ടുപിടിപ്പിക്കണേ എന്തായിരിക്കും? എന്താ പെട്ടെന്ന് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും ഞങ്ങളുടെ ഭാഷയിൽ. ഇൻവെസ്റ്റേഴ്സിന്റെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഒരു തെങ്ങ് നട്ടിട്ട് അത് ഫലമായി മാറണമെങ്കിൽ മിനിമം ഒരു 8 വർഷമെങ്കിലും 8-9 വർഷമെങ്കിലും ആകാതെ സംഭവം നടക്കില്ല. മനസ്സിലാവും? അത് ലോങ് ടൈമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഞാൻ ഇവിടുത്തെ ആരാ? വാടകക്കാരനാണ്, താൽക്കാലികമായി ജീവിക്കുന്ന ഒരാളാണ്. മനസ്സിലായോ? എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് പോകാം, പക്ഷെ എനിക്ക് ജീവിക്കുകയും വേണം. അതുകൊണ്ട് ഞാൻ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് ഓണറെ പോലെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് ഞാൻ പോകുന്നില്ല. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്, ചെറിയ സമയം കൊണ്ട് ഫലമായി തീരുന്ന കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നത്. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. ഇത് ഈ ലോകത്തിൽ ഇതേപോലെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ ജീവിതത്തിൽ ഈ ബോഡിയിൽ നാം ഷോർട്ട് ടൈം ആണ്. ഹല്ലേലൂയ. ഈ ബോഡി നമ്മളാണെന്നുള്ള തെറ്റിദ്ധാരണ തന്നെ വിഡ്ഢിത്തമാണ്. ഈ ബോഡി നമ്മളല്ല. ഈ ബോഡിയുടെ ഉള്ളിൽ നമ്മൾ താമസമാണ്. നമ്മൾ ബോഡിയല്ല, ദേഹിയാണ്.
സോളാണ് ഇംഗ്ലീഷിൽ പറഞ്ഞ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ബോഡിക്ക് വേണ്ടി ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. അതായത് ഇത് ആരോഗ്യത്തോടുകൂടെ നിലകൊള്ളണം. ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നാം മനസ്സിലാക്കണം. അതനുസരിച്ച് നാം പ്രവർത്തിക്കാനിടയാകണം. എന്നിട്ട് ഈ ബോഡിയിൽ വസിക്കുമ്പോൾ ബോഡിക്ക് പ്രോഫിറ്റ് ഇല്ല എന്നും, എന്നാൽ ബോഡിയുടെ ഉള്ളിൽ വസിക്കുന്ന എനിക്ക് ആത്മതലത്തിൽ പ്രവർത്തിച്ചാൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന തിരിച്ചറിവും കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനി അപ്പോൾ വാസസ്ഥലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ വാസസ്ഥലം ഏതായാലും പോകും. അപ്പോൾ വേറൊരു വാസസ്ഥലം വേണമെന്ന് നമുക്ക് ഒരു ചിന്ത ഉദിക്കണം. ആ ചിന്ത ഉദിച്ചിട്ട് ആ വാസസ്ഥലത്തിന് ഞാൻ എവിടെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്? ഇല്ലേ, ഇപ്പം ഗവൺമെൻറ്റിൽ നിന്ന് ഞാൻ കേട്ടേക്കണ പഞ്ചായത്തിൽ നിന്ന് 2 ലക്ഷം രൂപ കൊടുക്കുന്നതാണ് വാസസ്ഥലത്തിന്. ഇല്ലേ, അപ്പോൾ നിങ്ങൾ അന്വേഷിക്കത്തില്ല ഈ പഞ്ചായത്തിൽ നിന്ന് 2 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ എവിടെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്ന്? ഇല്ലേ, അത് സാധാരണ ഒരു വീട് വയ്ക്കാൻ. ഇതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, യേശു കർത്താവ് ഇവിടുന്ന് പോയപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞത്, തൻ്റെ ചുറ്റുമുള്ളവരോട് പറഞ്ഞ 2 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. അത് ഞാൻ ഇതുവരെ കാര്യത്തിലേക്ക് കടന്നിട്ടില്ല, വരാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഹൃദയം കലങ്ങരുത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ഞാൻ പോവാണ്. എന്തിനാണെന്നറിയാമോ? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോവുക. എന്തിനാണെന്നറിയാമോ? അവിടെ നിങ്ങൾക്ക് ഒരു വാസസ്ഥലം വേണ്ടേ? അവിടെ വാസസ്ഥലങ്ങൾ ധാരാളമുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു വാസസ്ഥലം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പോവുക. മനസ്സിലായോ? അപ്പോൾ യേശുവിന് അറിയാമായിരുന്നു നമ്മുടെ ഈ വാസസ്ഥലം ഇപ്പോൾ പോകും. അപ്പോൾ വേറൊരു വാസസ്ഥലം വേണം. ആ വാസസ്ഥലം ഉണ്ടാക്കാൻ പോവുക. ആ വേടൊന്ന് വായിച്ചിട്ട് നമുക്ക് തുടരാം. യോഹന്നാൻ 14:1 മുതൽ. യോഹന്നാൻ 14:1 മുതൽ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. വസിക്കാന്നേ. എന്നാൽ അവിടെ നിങ്ങൾ വസിക്കണമെങ്കിൽ ഞാൻ ഒരുക്കി തരണം. നിങ്ങൾ വസിക്കണമെങ്കിൽ ഞാൻ ഒരുക്കി തരണം. കാരണം എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലം എന്ന് പറയുന്നത് അതീവ പരിശുദ്ധമാണ്. നിങ്ങളെന്ന് പറയുന്നത് അതീവ അശുദ്ധമാണ്. നിങ്ങളവിടെ താമസിപ്പിക്കണമെങ്കിൽ അശുദ്ധരായ നിങ്ങളെ വിശുദ്ധരാക്കി മാറ്റണം. അങ്ങനെയെങ്കിലും നിങ്ങളെ അവിടെ താമസിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പോയി അത് ഒരുക്കാം. നമുക്കിത് വല്ലപ്പോഴും മനസ്സിലായ? നമ്മൾ ചിന്തിക്കുന്നത്, ഞാനൊക്കെ കത്തോലിക്കയിൽ വളർന്നപ്പോൾ ഞാൻ ചിന്തിച്ചത് കുർബാന കണ്ട് സ്വർഗത്തിൽ പോകാമെന്ന്. ഞാൻ ഈ പുസ്തകത്തിൽ നോക്കിയപ്പോൾ വിശുദ്ധ ബൈബിൾ, ഞാൻ ഒരു കൂട്ടരെ അപമാനിക്കുകയല്ല കേട്ടോ, ബൈബിളിലെ കാര്യം പറഞ്ഞു തരികയാണ്. ഈ പുസ്തകത്തിൽ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഹല്ലേലൂയ. അതിനുശേഷം കരിസ്മാറ്റിക്കിലെത്തിയപ്പോൾ എൻ്റെ ചിന്ത എന്ന് പറയുന്നത് കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് അതാണ് യഥാർത്ഥ ദൈവം ആഗ്രഹിക്കണേന്നായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ പിന്നാലെ പോയി. അതൊക്കെ നല്ലതാട്ടോ, കൃപാവരങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല സ്വർഗ്ഗരാജ്യത്തിൽ കയറുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഒരു കൂട്ടർ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ഇതൊക്കെ നിന്റെ നാമത്തിൽ ചെയ്തു എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞ് കയറ്റവരടിച്ചു. ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ലെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും അല്ല സ്വർഗ്ഗരാജ്യത്തിൽ പ്രവചിക്കാനുള്ള യോഗ്യത എന്ന്. ഹല്ലേലൂയ. അപ്പം ഞാൻ കത്തോലിക്ക ആ അച്ഛൻ്റെ ഇടത്തും വലത്തും ഭാഗത്ത് നിൽക്കുന്ന സമയത്ത്
ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, എല്ലാ ദിവസവും പള്ളിയിൽ പോകും. കാരണം എനിക്ക് കിട്ടിയ ചിന്ത എന്ന് പറയുന്നത് എല്ലാ ദിവസവും പള്ളിയിൽ പോയാൽ സ്വർഗ്ഗത്തിൽ പോകും. ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട് അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ രാവിലെ ഒരു 5:30-6 മണിയാകുമ്പോൾ നടക്കണം അങ്ങോട്ട് കൂടെ, ഈ തലയിലും ഇതൊക്കെ ഇട്ട് അവിടെ പള്ളി പോവുക. കാരണം അവരുടെ ചിന്ത എന്ന് പറയുന്നത് കുർബാന കണ്ടാൽ മതി. അപ്പോൾ ഞാനും അതുപോലെ കുർബാന കണ്ടുകൊണ്ട് പോകുന്നു വെച്ചു. അതിനുശേഷം എൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഈ കൃപാവനങ്ങൾ ഓപ്പറേറ്റ് ചെയ്താൽ പോകാവുന്നതാണ്. അപ്പോഴെനിക്ക് മനസ്സിലായി അത് ഓപ്പറേറ്റ് ചെയ്താൽ അവിടെ അതൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ അതുകൊണ്ട് അവിടെ എത്തത്തില്ല. പിന്നെ ബോണഗിൻ ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അടുത്ത് മനസ്സിലായത്. എനിക്ക് കുറേ നാളുകൂടി മനസ്സിലായി അവരുടെ ചിന്ത എന്ന് പറയുന്നത് യേശുവിനെ സ്തുതിച്ചാൽ അവിടെ എത്താമെന്ന്. അതുകൊണ്ട് മീറ്റിംഗ് തുടങ്ങിയ ഉടനെ സ്തുതി തുടങ്ങുക. സ്തുതിക്കുന്ന നേരിലുള്ളവർക്ക് ഉചിതം കേട്ടോ, പക്ഷേ സ്തുതി കൊണ്ടൊന്നുമല്ല അവിടെ എത്തണമെന്ന് എനിക്ക് മനസ്സിലായി. യേശു വ്യക്തതയോട് പറയുന്നുണ്ട്, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നതിനൊന്നും അല്ല സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കണേ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കണേന്ന്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു പിതാവിൻ്റെ ഇഷ്ടം എന്നാണെന്നറിയാമോ? നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. കണ്ടോ, ശുദ്ധീകരണം തന്നെ. അപ്പോൾ അശുദ്ധരായ നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. ശുദ്ധീകരണം നടന്നെങ്കിൽ മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നല്ല കാര്യം, ഉപവസിച്ചോ നല്ല കാര്യം, സ്തുതിച്ചോ നല്ല കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹോളി കമ്മ്യൂണിയൻ, തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറഞ്ഞ കുർബാന നിങ്ങൾ കാണുകയല്ല, അത് ജീവിക്കുക നമ്മൾ വേണ്ട. ശ്രദ്ധിച്ച്, ഇതെല്ലാം പേര് മാറി ചെയ്യുക. ഇതുകൊണ്ടൊന്നുമല്ല നമ്മൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. നമ്മൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമായ ശുദ്ധീകരണം, അതിലൂടെ നമ്മൾ ദൈവപുത്രന്മാരായി വെളിപ്പെടണം. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ഒരു മതവും ദൈവസന്നിധിയിലില്ല. മനസ്സിലായോ? ഒരൊറ്റ മതവും അവിടെ ഇല്ല. ഈ ഭൂമിയിൽ കാണുന്ന ക്രിസ്തീയ ഡിനോമിനേഷൻ ഒന്നും അവിടെ ഇല്ല. ഹല്ലേലൂയ. ഞാൻ CSI ആണ്, ഞാൻ കത്തോലിക്കനാണ്, ഞാൻ പെന്തക്കോസ്തനാണ്, ഞാൻ TPM ആണ്, ഞാൻ ബ്രദറനാണ്, ഇതൊന്നും അവിടെ ഇല്ല. അവിടെയുള്ളത് ദൈവത്തിൻ്റെ ഫാമിലിയാണ്. ഹല്ലേലൂയ. സത്യസമായ സുവിശേഷം യേശു പറഞ്ഞതാണ് നിങ്ങൾ ലോകത്ത് പോയി അറിയിക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയ മക്കളെ, നിങ്ങളെ ഇവിടെയുള്ള ഒരു മതങ്ങളും ഉപദ്രവിക്കാൻ വരില്ല. ഹല്ലേലൂയ. പിന്നെ നിങ്ങൾ ഉപദ്രവിക്കാൻ വരും ആരെന്നറിയാമോ? ഇന്നത്തെ ക്രിസ്ത്യാനികൾ. യേശുവിനെ ഉപദ്രവിക്കാൻ വന്നതാരാ? അന്നത്തെ ഹിന്ദുക്കളെ കൂടി വട്ടം കൂടി യേശുവിനെ അടിച്ച് തല്ലി കൊന്നോ? ഇല്ലല്ലോ, ഒന്നില്ലല്ലോ. പിന്നെ ആരാ യേശുവിനെ കൊന്നേ? അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. സ്വന്തമായവരാണ് അവനെ കൊന്നുകളഞ്ഞത്. സ്വന്തമായൊരു കള്ളക്കേസ് ഉണ്ടാക്കി ഗവൺമെന്റിന്റെ കയ്യിൽ പിടിപ്പിച്ചു. മാത്രമല്ല ഗവൺമെന്റ് കോടതിയിൽ വിസ്തരിച്ചിട്ട് പറഞ്ഞു ഇവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇവര് പറഞ്ഞു കള്ളനായ ബറാബാസിനെ തന്നാലും കുഴപ്പമില്ല, യേശുവിനെ ക്രൂശിച്ചോളണം. കണ്ടോ? അപ്പൊ ഈ ദൈവം അയച്ചിട്ട് വന്ന് ആ സന്ദേശം പറഞ്ഞാൽ ആരായിരിക്കും എതിര് വരുന്നേ? സ്വന്തക്കാരായിരിക്കും എതിര് വരുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ. അതുകൊണ്ട് സത്യസന്ധതയോടെ നിൽക്കുക. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം എന്തു പറ്റും? കലങ്ങിപ്പോകും. കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ. ദൈവത്തിൻ്റെ പുത്രനായ
നേരെ നിന്ന് ചെയ്ത് കുഞ്ഞിന് വന്നു അത് അടുത്ത് നിർത്തുമ്പോൾ ഒരു ആശ്വാസം അല്ലേ? ഇതേപോലെയാണ് നമ്മുടെ സോളിന് റെസ്റ്റ്. സോളാണ് നമ്മൾ, നമുക്ക് താമസ സ്ഥലം കിട്ടും. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതൊരു ജാതിയുടെ പ്രസംഗമോ സംഘടനയുടെ പ്രസംഗം ഗ്രൂപ്പിൻ്റെ പ്രസംഗമോ നിങ്ങൾ സാധാരണ പള്ളി കേൾക്കുന്ന പ്രസംഗമൊന്നും അല്ല. നമുക്ക് ആവശ്യമുള്ള കാര്യം ഈ പറയണേ. ഹല്ലേലൂയ. എത്ര പേർക്ക് താമസ സ്ഥലം വേണം? എത്ര പേർക്ക് താമസ സ്ഥലം വേണം? വേണ്ടാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. താമസ സ്ഥലം വേണോ? നിങ്ങൾ എന്ത് ചെയ്യുക? യേശുവോട് കൂടെ സഹകരിക്കുക, യേശുവോട് ചേരുക. ഹല്ലേലൂയ. നമുക്ക് സ്ക്രീനിൽ മനസ്സ് ഓൺ ചെയ്തേ. ഓ ഫാദർ, താങ്ക് യു. നിങ്ങൾ കേട്ടോ, ഞാനിപ്പോൾ മുകളിലിരുന്ന് ടൈപ്പ് ചെയ്താണിത്. വാസസ്ഥലം. നാം ഒരുക്കുന്ന വാസസ്ഥലം നഷ്ടപ്പെടും. വായിക്കാൻ അറിയാവുന്നവർക്ക് എല്ലാവർക്കും വായിക്കാം കേട്ടോ മലയാളത്തിലെ. നാം ഒരുക്കുന്ന വാസസ്ഥലം നഷ്ടപ്പെടും. ക്രിസ്തു നമുക്കായി ഒരുക്കുന്ന വാസസ്ഥലം നഷ്ടപ്പെടുത്തിയാൽ നാം അപകടത്തിലായി. അപ്പോൾ ഒന്ന് നാം തിരിച്ചറിയണം, നാം ഒരുക്കുന്ന, നാം പാവയ്ക്ക, വെണ്ടയ്ക്ക, കൂർക്ക, മത്തി, അയില, ബീഫ്, അരി, ഗോതമ്പ് എല്ലാം കൊണ്ട് ഒരുക്കുന്ന ഈ വാസസ്ഥലം ഡെഫിനറ്റ് ആയിട്ടും ജപ്തി നടക്കും. മരണം വന്ന് ജപ്തി കൊണ്ടുപോകും. അപ്പം ആദ്യം ആ ഒരു അറിവ് വേണം. ആ അറിവ് ഉണ്ടായാൽ പിന്നെ ആ പാസ്റ്റർക്ക്, ഞാൻ ആ വീട് വാടകയ്ക്ക് കൊടുത്ത പാസ്റ്റർ തെങ്ങ് വയ്ക്കാത്തതുപോലെ, പ്ലാവ് വയ്ക്കാത്തതുപോലെ നമ്മളും ഈ അറിവുണ്ടായാൽ ഈ ജീവിതത്തിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പയ്യെ പിൻവലിച്ചിട്ട് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ തിരിയും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. പിന്നെ അടുത്ത ഫേസിലേക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു നല്ല ഒരു ലൈഫ് കോച്ച് അല്ലെങ്കിൽ ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ പരിചയപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തു ഇങ്ങനെയാണ് പറയുന്നത്, ഭൂമിയിൽ നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ ശേഖരിക്കരുത്. കണ്ടോ? കാരണം അത് കള്ളം കൊണ്ടുപോകും, അത് പുഴു കൊണ്ടുപോകും, അത് താൽക്ഷോട്ട, അത് കുറച്ച് നാളത്തേക്കുള്ളൂ. അപ്പോൾ അതനുസരിച്ചായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. കാരണം ഇത് ഇവിടുന്ന് മരണം ജപ്തി ചെയ്തുകൊണ്ട് പോകും. ആരായാലും ശരി, ഹല്ലേലൂയ, ഏത് കമ്പ്യൂട്ടർ ജീനിയസ് ആയാലും ശരി, ഏത് പ്രൈം മിനിസ്റ്റർ ആയാലും ശരി, ജപ്തി ചെയ്തുകൊണ്ട് പോകും. എന്നാൽ ക്രിസ്തു നമുക്കായി ഒരുക്കുന്ന വാസസ്ഥലം, ആ വാസസ്ഥലം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടി ഒരുക്കുന്ന വാസസ്ഥലം വേറെ എങ്ങുമല്ല, സ്വർഗീയ പിതാവിനോട് ചേർന്ന് നാം വസിക്കാൻ ക്രിസ്തു ഒരുക്കുന്ന വാസസ്ഥലം ക്രിസ്തുവിലാണ്. ക്രിസ്തു നമുക്ക് ഒരുക്കുന്ന വാസസ്ഥലം ക്രിസ്തുവിലാണ്. അങ്ങനെ ക്രിസ്തുവിൽ ഒരു വാസസ്ഥലം കിട്ടിയാൽ രക്ഷപ്പെട്ടു. പക്ഷെ ക്രിസ്തു തള്ളിയാൽ, തുപ്പിക്കളഞ്ഞാൽ പോയത് തന്നെ. ക്രിസ്തു നമ്മളെ തുപ്പിയാൽ, ക്രിസ്തു നമ്മളെ തള്ളിയാൽ വാസസ്ഥലം കിട്ടില്ല. അതിന് യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തു നമ്മളെ ഏറ്റെടുക്കൂ. അങ്ങനെ ക്രിസ്തു നമ്മളെ ഏറ്റെടുത്താൽ നമ്മൾ സ്വർഗീയ പിതാവുമായി ഒരുമിച്ച് താമസിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇതാ ക്രിസ്തു പറയുന്നത്, ഞാനും പിതാവ് ഒരുമിച്ചാണ് താമസിക്കണേ. ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളോട് ഒന്നായി തീരണം, ഒരു വാസസ്ഥലമായി തീരണം. അതിനെന്ത് വേണം? ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ നാം തന്നെ ദൈവത്തിൻ്റെ ഭവനമായി മാറും. ഹല്ലേലൂയ. ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കണം. ഹെബ്രായ ലേഖനം 3 എടുത്തിട്ട് നാം അതിൻ്റെ 6 വായിച്ച്. ഹെബ്രായ ലേഖനം 3 എടുത്ത് അതിൻ്റെ 6 വായിച്ച്.
ശ്രദ്ധിച്ചേ, ഇനി ഒന്ന് മൈക്കിലൂടെ ഒന്ന് വായിച്ചേ. 3:6 ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനം ആകുന്നു. നാം തന്നെ ദൈവത്തിന്റെ ഭവനമായി മാറും. ഇതൊരു പ്രൊജക്റ്റാണ്. അവസാനത്തോളം പിടിച്ചുകൊണ്ടാലേ ഇത് കിട്ടുള്ളൂ. ഇതൊരു ഈ സിസ്റ്റം തിരിച്ചറിയണം. അവസാനത്തോളം പിടിച്ചുകൊണ്ടാലേ നമുക്കിത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. ഈ ലോകത്ത് പലരും പഠിപ്പിക്കുന്ന പോലെ അല്ല ബൈബിള് പഠിപ്പിക്കുന്നത്. അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ നാം ദൈവത്തിന്റെ ഭവനമാകും, നാം ദൈവത്തിൽ വസിക്കും. ഇതൊരു പരസ്പര അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാസമാണ്. ഈ ശരീരത്തിലെ വാസം പോലെയല്ല ഇത് സ്പിരിറ്റാ, ആത്മാവാ. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാസമാണ്. നമ്മളിപ്പോൾ കണ്ടിട്ടില്ലേ, ഇപ്പം ഇവിടെ ഒരു വീട് വെച്ചു, ഇനി അടുത്തൊരു വീട്. അപ്പോൾ ഓരോ സ്ഥലങ്ങൾ മാറി മാറി ഓരോ വീടുകളാണ്. ഹൗസിംഗ് കോളനി പോലെ. അതല്ല ഇപ്പോഴത്തെ സിസ്റ്റം. കൂടുതൽ ഇതല്ല ഇങ്ങനെ ഒരാൾ ഇവിടെ താമസിച്ചു, ഒരാൾ ഇവിടെ താമസിച്ചു, ഒരാൾ ഇവിടെ താമസിച്ചു, അങ്ങനെയല്ല. ഒരാളുടെ മുകളിൽ വേറെ ആൾ താമസിക്കും, അയാളുടെ മുകളിൽ വേറെ ആൾ താമസിക്കും, അയാളുടെ മുകളിൽ വേറെ ആൾ താമസിക്കും, അയാളുടെ മുകളിൽ വേറെ ആൾ താമസിക്കും. ഇതിൻ്റെ പേരാണ് ഫ്ലാറ്റ് സംവിധാനം, അല്ലേ? അപ്പോൾ ഹൗസിംഗ് പ്രൊജക്റ്റ് കോളനി ടൈപ്പ് ഉണ്ട്, ഫ്ലാറ്റ് സംവിധാനമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല ഹൗസിംഗ് പ്രൊജക്റ്റുകളുണ്ട്. ഇവിടെ സ്പിരിച്വൽ ഹൗസിംഗ് പ്രൊജക്റ്റ് ഇങ്ങനെയല്ല. ഒരാളിവിടെ, ഒരാളവിടെ, 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 അങ്ങനെയല്ല. അല്ലെങ്കിൽ ഒരാളുടെ മുകളിൽ ഒരാൾ, ഒരാളുടെ മുകളിൽ ഒരാൾ, ഒരാളുടെ മുകളിൽ ഫ്ലാറ്റ് സംവിധാനമല്ല. സ്പിരിച്വൽ ഹൗസിംഗ് പ്രൊജക്റ്റ് ഇങ്ങനെയാണ്. ഒരാളുടെ ഉള്ളിൽ വേറൊരാളാണ്, ഒരാളുടെ ഉള്ളിൽ വേറൊരാളാണ്. ശ്രദ്ധിക്കണേ, ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇതാ യേശു പറയുന്നേ, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആയിരിക്കുന്ന ഒരു ഹൗസിംഗ് പ്രൊജക്റ്റിലാണ് ഞങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പുറകെ ചിത്രത്തിലൂടെ കാണിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്, അതുപോലെ നിങ്ങൾ ഞങ്ങളിലാകണം. എങ്ങനെ? ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചുകൊണ്ട്. കണ്ടോ? അപ്പൊ ഹൗസിംഗ് പ്രൊജക്റ്റിന്റെ വ്യത്യാസം കണ്ടോ? വാസസ്ഥലത്തിന്റെ വ്യത്യാസം കണ്ടോ? ഹല്ലേലൂയ. ഇച്ചിരി കൂടി പോയത് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് മനസ്സിലായി. നിങ്ങൾ കോളനിന്ന് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ ഫ്ലാറ്റ് 3 നിലയുള്ള ഒരു ഫ്ലാറ്റ് എന്ന് ചിന്തിച്ചോ. അപ്പൊ എങ്ങനെയെങ്കിലും തൽക്കാലം അങ്ങനെ ഒരു ആശ്വാസമാകട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു ഹൗസിംഗ് പ്രൊജക്റ്റിലേക്കാണ്, വാസസ്ഥലത്തിലേക്കാണ് നമ്മൾ വിളിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഭൂമിയിൽ കോളനികൾ, ഒരു കൂടാരം ഇവിടെ, ഒരു വീട് ഇവിടെ, ഒരു വീട് ഇവിടെ, ഒരു വീട് ഇവിടെ. എന്നാൽ ഫ്ലാറ്റ് സംവിധാനം അങ്ങനെയല്ല, ഒന്നിൻ്റെ മുകളിൽ ഒന്ന്, ഒന്നിൻ്റെ മുകളിൽ ഒന്ന്, ഒന്നിൻ്റെ മുകളിൽ ഒന്ന്. എന്നാൽ ഹെവൻലി ഹൗസിംഗ് പ്രൊജക്റ്റ് ഒന്നിൻ്റെ മുകളിൽ ഒന്നാണെങ്കിൽ തന്നെയും ഇത് ഇങ്ങനെയാണ്, ഒന്നിൻ്റെ ഉള്ളിലൊന്ന്. ഈ ഒരു രീതിയിലാണ്. ഇതാണ് യേശു പറയുന്നത്, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കത്തക്ക രീതിയിലൊരു പ്രൊജക്റ്റാണിത്. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ രീതി നാം വ്യക്തതയോടെ നമ്മൾ പുറമേ ഒരല്പം മനസ്സിലാക്കാനിടയാകും. അപ്പോൾ ഇങ്ങനെയോ ഇന്ന് നാം താമസിക്കുന്ന വാസസ്ഥലം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇന്ന് താമസിക്കുന്ന വാസസ്ഥലം എവിടെ താമസിക്കണേ? ഇന്ന് ഭൂമിയിൽ താമസിക്കണേ. വാസസ്ഥലം ഏതാ? നമ്മളെന്ന് പറഞ്ഞ ദേഹിയ, ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വസിക്കണേ. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസൻ പറയുന്നത്, ഞങ്ങൾ ജഡത്തിൽ വസിക്കുന്നുവെങ്കിലും, ജഡം എന്ന് വെച്ചാൽ ശരീരം, ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ താമസം എവിടെയാ? നമ്മൾ പറയാറില്ലേ, ഓ നീ ഫ്ലാറ്റിലാണോ? ഓ ഞാൻ വില്ലയിലാ, പറയാറില്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും നിങ്ങളും യഥാർത്ഥത്തിൽ ജഡത്തിലാണ് വസിക്കണേ, ശരീരത്തിൽ വസിക്കണേ. ആ ശരീരത്തിൽ വസിക്കുമ്പോൾ അത് പെട്ടെന്ന് പൊളിഞ്ഞു പോവും. ഈ ഒരു ചിന്ത നമുക്ക് വേണം. പെട്ടെന്ന് പൊളിഞ്ഞു പോകും. ഇത് കണ്ടോ, നോക്കിയേ, നമ്മുടെ ഇന്നത്തെ വാസസ്ഥലത്തെക്കുറിച്ചൊരു അറിവ് നിങ്ങൾക്ക് തരികയുണ്ട്. ഇന്നത്തെ വാസസ്ഥലമാണ് നമ്മുടെ, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ചിന്തിക്കുന്നു. ഇന്നത്തെ വാസസ്ഥലം ഇത് കണ്ടോ, ഒരു മനുഷ്യന്റെ ജീവചക്രമാണിത്. ഇന്നത്തെ വാസസ്ഥലം ഇത് പൊളിഞ്ഞു പോകണതാണ്. അവസാനം നോക്കിയേ, ഇതുണ്ട്, അവസാനം ഒരു അസ്ഥി പഞ്ചരമായി ആ ഫ്രെയിമൊക്കെ 206 അസ്ഥി എന്ന് പറഞ്ഞില്ലേ, ആ അസ്ഥികളൊക്കെ ഇതാ ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്ന രംഗമാണ് കാണുന്നത്. ഈ അങ്കിളിനെ തൊട്ടണിച്ച് ഉറങ്ങല്ലേ, കാണുന്ന സിനിമ. ശ്രദ്ധിച്ചേ, കണ്ട, ഇത് അവസാനം ഇതാ നമ്മൾ ഉപയോഗിക്കുന്ന ആ അസ്ഥികളാണ്. ഇതെല്ലാം പൊട്ടി പൊളിഞ്ഞ് കിടക്കുക. ഇതാ ഇവിടെ ഒരു തേങ്ങ പോലത്തെ ഒരു സാധനം കണ്ടോ, കണ്ടോ, ഉരുണ്ട്. അതാണ് തലയോട്ടി. നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ചിലർക്ക് ഇതൊക്കെ കാണുമ്പോൾ പേടിയാ. തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ട് ഈ സംഭവം, മനസ്സിലായോ? അടുത്ത് തന്നെ ഇരിക്കുക. അങ്ങനെ
ഇതാ ആ അസ്ഥിക്കൂടവും പിന്നെ ഇതാണ് നമ്മുടെ എന്ത് പറയാ ലോക്കർ. ഇതുണ്ടോ? അസ്ഥികളുണ്ടോ? ഇതല്ലേ നമ്മൾ ഇറച്ചി മേടിക്കാൻ പോകുമ്പോ ഈ ഇവിടത്തെ ഇറച്ചി തരണം, അതിന്റെ പേരെന്താ പറയാ? വാരിയല്ലേ? അവിടുത്തെ ഇറച്ചി വേണമെന്ന് പറയില്ലേ? ഇത് നമ്മുടെ ഉള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന ഇതാണ്, ലോക്കറാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന പെട്ടിയാണ്. അതുകൊണ്ടാണ് എല്ലായിടത്തും അഴിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഹാർട്ട്, ലങ്സ് ഒക്കെ സൂക്ഷിച്ച്. കാരണം ഒരു ഇടി കിട്ടിയാലൊന്നും അങ്ങോട്ടേക്ക് ഏക്കരുത്. അപ്പോൾ അതനുസരിച്ച് ദൈവം സൂക്ഷിച്ചു. ഇതൊക്കെ നമ്മളെല്ലാം പറഞ്ഞോ ദൈവത്തോട്? എന്താ ഞാനല്ലേ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അങ്ങനെ ഇതാ ആ അസ്ഥി കൂടെ ഈ കിടക്കണേ. എന്നാൽ ഇതിലായിരുന്നു നമ്മുടെ താമസം നേരത്തെ. പക്ഷെ അതായത് ഇപ്പോൾ ഉള്ള താമസം ഇവിടെയാണ്. പക്ഷെ ഇദ്ദേഹം ഇവിടെ താമസം വിട്ടുപോയി. അപ്പോൾ ഈ മനുഷ്യന്റെ ജീവചക്രം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ താമസിക്കുന്നത് ഈ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. നോക്കിയേ, ഇവിടെ തുടക്കം മുതൽ കാണാം ഒരു കൊച്ചു കുഞ്ഞ് ഇവിടെ ജനിച്ചിരിക്കണ കണ്ടോ? കാലിങ്ങനെ പൊക്കി വെച്ചേക്കണ കണ്ടോ? കാല് പൊക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ കൊച്ചു വളരുന്ന രംഗമാണ്. കൊച്ചു വളർന്നു ഇല്ലേ? കൊച്ചു മുട്ടുമേ പൊങ്ങി. നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇല്ലേ? കൊച്ചു മുട്ടുമേ പൊങ്ങി. അതിനുശേഷം കൊച്ച് എഴുന്നേറ്റു. 2 സ്റ്റെപ്പ് കൊച്ച് നടന്നു. അപ്പോൾ വീണു. ഇതൊക്കെ നമ്മൾ വളരെ സന്തോഷപൂർവ്വം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി അതായത് ഒരു വീട് വളരുകയാണ്. ഒരു കൊച്ചു ശരീരം എന്ന വീട് വളർന്നു കയറുകയാണ്. അങ്ങനെ ശരീരം എന്ന വീട് വളർന്നിട്ട് ഇതാ നഴ്സറിയിലൊക്കെ പോകുന്ന പ്രായമായി. 1ാം ക്ലാസ്സിൽ പിന്നെ പഠിക്കാൻ പോയി. ഈ ലോകത്ത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയും പഠിച്ചു. ആ വളരുന്ന രംഗങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് ഇതൊക്കെ. അങ്ങനെ വളർന്ന് ഇതാ കോളേജിലൊക്കെ പോയി. ഏതുകൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റൊക്കെ കയ്യിലുണ്ട്. റെക്കോർഡ് പുസ്തകമാണെന്ന് തോന്നുന്നു. അങ്ങനെ കോളേജിൻ്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഭാഷ ഇന്നത്തെ കാര്യം പറഞ്ഞാൽ IELTS ഒക്കെ കഴിഞ്ഞ് റെഡിയായി യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്കൊക്കെ പറക്കാൻ വേണ്ടി റെഡി ആയിരിക്കണ ആ സമയം. അത് യുവാവാകട്ടെ യുവതിയാകട്ടെ. കണ്ടോ? ഇതൊരു വീടാണ്, ജഡത്തിൻ്റെ ഒരു വീടാണ്. ഈ സമയത്ത് ഈ വ്യക്തി എല്ലാവർക്കും ആവശ്യമാണ്. രാഷ്ട്രീയക്കാർക്ക് ആവശ്യമാണ്, മതക്കാർക്ക് ആവശ്യമാണ്, സംഘടനക്കാർക്ക്, വീട്ടുകാർക്ക് ആവശ്യമാണ്. എല്ലാവർക്കും ഈ വ്യക്തിയാണ് ആവശ്യം. പണിയെടുക്കാനായിട്ട് ഈ സമയത്തെ നന്നായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഈ വ്യക്തിയാണ് വീട്ടിലെ പ്രധാന വ്യക്തി. കാരണം ഇപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ഈ ലോകത്തിലെ പണം കിട്ടും. ഈ കറവപ്പശു പോലെ ഈ വ്യക്തി എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ട് പറ്റും. എന്നാലും മനസ്സിലാക്കുക, ഈ വ്യക്തിയുടെ മേൽ മരണം ജപ്തി ചെയ്തുകൊണ്ടിരിക്കുക. മരണം അതിവേഗം തൻ്റെ വർക്ക് പൂർത്തിയാക്കി ഇവിടുന്ന് കൊണ്ടുപോകും. അങ്ങനെ ഈ വ്യക്തി കണ്ടോ, കുറച്ചുകൂടി പ്രായമായപ്പോൾ മരണം പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഇതാ ഈ രൂപത്തിലേക്ക് മാറി. നമ്മുടെ ജീവിതം ഒന്ന് കമ്പയർ ചെയ്താൽ മതി. നമ്മുടെ ശരീരം ഇതാ അത് കഴിഞ്ഞപ്പോൾ ഈ പിള്ളേരെയൊക്കെ ഈ പ്രായത്തിലെത്തി പിള്ളേരെയൊക്കെ കല്യാണം കഴിക്കണമെന്നൊക്കെ ആയി. അപ്പോൾ ഇവരെയൊക്കെ കല്യാണം കഴിപ്പിച്ചു. ഇതിനിടയിൽ താനൊരു വിവാഹം കഴിച്ചു. പിള്ളേരെ കല്യാണം കഴിപ്പിക്കുന്ന ലെവലിലായി. അതിനുശേഷം ഇതേ ലെവലിലായി. നേരത്തെ എല്ലാം അവിടുത്തെ ഓടി നടന്നതാ. എല്ലാം അവിടെ ചിലപ്പോൾ പക്ഷേ ന്യൂയോർക്കിലായിരിക്കും, അതിനുശേഷം ദുബായിലായിരിക്കും, പിന്നെ ഇതാ എറണാകുളത്തായിരിക്കും. പലയിടത്തും ഓടുന്നത് ഇന്റർനാഷണൽ ലെവലായിരുന്നു. പക്ഷേ മരണം പിടികൂടി ഇങ്ങനെ വന്നപ്പോൾ ലോക്കലാകാൻ തുടങ്ങി. കുറേശ്ശെ ഇന്റർനാഷണൽ നാഷണലായി, നാഷണൽ ലോക്കലായി, പിന്നെ മുക്ക് വരെ പോകും. അതിനുശേഷം മുക്കിലും പോകാൻ പറ്റുന്നില്ല. ആ ജംഗ്ഷനിലെ ആളുകൾ ചോദിക്കുന്നു, മോനെ പപ്പ എന്ത് ചെയ്യും, ഇപ്പം കാണാനില്ലല്ലോ. അല്ല, ഇപ്പം പപ്പ അധികമൊന്നും പോകാറില്ല, വീട്ടിൽ തന്നെയാണ്. അതായത് നമ്മൾ പല ലിമിറ്റഡ് കമ്പനി കണ്ടിട്ടില്ലേ, റിഫൈനറി ലിമിറ്റഡ്, ഇങ്ങനെയുള്ള ലിമിറ്റഡായി. അപ്പൻ നേരത്തെ ഓടി നടന്നതാ ലോകം മുഴുവൻ. പക്ഷെ ഇപ്പോൾ ലോക്കലായി. ഇതാ തുടർന്ന് മുറ്റത്തൊക്കെ നടക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ മുറ്റത്തും പോകാൻ പറ്റുന്നില്ല. മുറ്റം ലിമിറ്റഡായ ആള് വീട് ലിമിറ്റഡായി. കാരണം സ്റ്റെപ്പ് ഇറങ്ങിയാലേ മുറ്റത്തിറങ്ങാൻ പറ്റും. സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റുന്നില്ല, കാരണം മരണം പിടിച്ചോണ്ടിരിക്കുക. എങ്കിലും ഒരു സന്ദേശം നമ്മൾ ഏറ്റെടുക്കുന്നില്ല. ഇതിൽ നിന്ന് മരണം പിടിച്ചോണ്ടിരിക്കുക. കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ അങ്ങ് കിടക്കയിൽ തന്നെ എഴുന്നേക്കാൻ, അതായത് റൂമിൽ മാത്രമായി കിടക്കയിൽ തന്നെ എഴുന്നേക്കണം. കുറേ നേരം എഴുന്നേറ്റിട്ട് കാലൊന്ന് അനക്കി, കൈയൊന്ന് അനക്കി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനക്കിയിട്ടാണ് ഒന്ന് ഇറങ്ങാൻ പറയണേ. കാരണം ഇതിനുമ്പോൾ മരണം കൊണ്ടുപോകാൻ പോവുക. അങ്ങനെ ഇതാ ആള് റൂം ലിമിറ്റഡായി, ഈ ഒരു അവസ്ഥയിലേക്കായി, കിടക്കയിൽ മാത്രമായി. പിന്നെ മാംസമെല്ലാം മജ്ജയോട്, ആ മജ്ജ ഉണ്ടല്ലോ എല്ലിനോട് ഇങ്ങനെ പറ്റി സ്കിന്നി രൂപത്തിലേക്ക് ആള് മാറി. ഇത് കണ്ടോ, ഈ രൂപത്തിലേക്കായി.
ഞങ്ങൾ അവിടെ ഒരു സ്ഥലമുണ്ട്. ഞങ്ങൾ റാസൽ ഖൈമയിലൊരു സ്ഥലമുണ്ട്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലൊരു ഭാഗമാണ്. അപ്പോൾ ഞാൻ ലീഗൽ സർവീസിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ ഒരു നോർത്ത് ഇന്ത്യൻ ഉണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പുറത്ത് ആണ് ഈ അറബികളുടെ അപ്പച്ചനെയും അമ്മച്ചിമാരെയും അവർക്ക് നോക്കാൻ സമയമൊന്നുമില്ല, അപ്പോൾ അവരവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു പേരുണ്ട്, സ്ക്രാപ്പ് എന്ന് പറയുന്നത്. സ്ക്രാപ്പ് ഇങ്ങനെ അറബികളുടെ അപ്പനെയും അമ്മയെ കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ അറബികൾ പെരുന്നാൾ ദിവസം അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ മക്കൾ വന്നിട്ട് അമ്മയും അപ്പനെയും കണ്ടിട്ട് പോകും, ഇവിടെ വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ അവരെ കാണാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കൗതുകം, അത് കാണാൻ പോയതോടെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമായി. അത് കാണുമ്പോൾ ഞാൻ കണ്ടൊരു കാര്യം തന്നെ, ചിലർ ഇങ്ങനെ കിടക്കണ്, ചിലർ ഇങ്ങനെ കിടക്കണ്, അനങ്ങാൻ വയ്യാതെ ഇങ്ങനെ കിടക്കുക, അവർക്ക് ബോധമൊന്നുമില്ല. ഈ സമയത്ത് അവർക്ക് ഫുഡ് കൊടുക്കുന്നത് ഈ രൂപത്തിൽ കിടക്കുകയാണ്, ഈ രൂപത്തിൽ കിടക്കുകയാണ്. ഈ സമയത്ത് അവർക്ക് ഫുഡ് കൊടുക്കുന്നത് സിറിഞ്ചില്ലേ, ഈ സിറിഞ്ചിൽ ചോറും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചിട്ട് വലിയ സിറിഞ്ചുണ്ട്, ആ സിറിഞ്ചിൽ നിറച്ചിട്ട് വാൽ വെച്ചിട്ട് ഇങ്ങനെ തള്ളി അങ്ങ് കൊടുക്കും. അങ്ങനെ അവർക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത് കണ്ടത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു വല്ലായ്മയായി. കാരണം നമ്മളെല്ലാം ഹെഡ് ചെയ്ത് ചെല്ലുന്നത് ഇങ്ങോട്ടാ, നമ്മൾ അതിലേക്കൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഈ ഭാഗം ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ കാഴ്ച, ഞാൻ കണ്ട കാഴ്ച ഉണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് ഉളവാക്കാനായിട്ട് ഇടയായി. എൻ്റെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുക, നാം ഇന്ന് വളർത്തിക്കൊണ്ടുവരുന്ന ഈ ആലയം ഉണ്ടല്ലോ, ഈ ശരീരം ഉണ്ടല്ലോ, ഉടനെ ജപ്തി ചെയ്തുകൊണ്ട് പോകും. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അവിടെ മതമോ സംഘടന ഗ്രൂപ്പ് ഒന്നുമില്ല, ഇതിൽ എല്ലാവരെയും ജപ്തി ചെയ്തുകൊണ്ട് പോകും എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇന്ന് വേണ്ടത് മറ്റൊരു വാസസ്ഥലമാണ്. ഹല്ലേലൂയ. അവിടെ നിത്യം ജീവിക്കാനുള്ള ജീവനാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. അപ്പോൾ ആ വാസസ്ഥലം ആരോട് കൂടിയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? വായിച്ചേ 1 തെസ്സലോനിയൻസ് 5-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് വെച്ചാൽ ആളുകളുടെ ചിന്ത എന്ന് പറയുന്നത് ഏതോ മതം മാറ്റുന്ന സംഭവമാണ്. ഇതൊന്നുമല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റായ ആളുകളെ ധരിപ്പിച്ചതാ, അറിവില്ലാത്തവർ. സുവിശേഷം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവോട് കൂടിയുള്ള വാസമാണ് സുവിശേഷം. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. സൃഷ്ടാവോട് കൂടിയുള്ള വാസമാണ് ബൈബിളിലെ സുവിശേഷം. വായിക്കേ 1 തെസ്സലോനിയൻസ് 5-ാം അധ്യായം 9-10 വാക്യങ്ങൾ. 1 തെസ്സലോനിയൻ 5-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, മറ്റ് ജാതിയിൽ നിന്ന് ഇവിടെ വന്നവരെ കുറിച്ച് എനിക്ക് ഭാരമില്ല. കാരണം ഇതൊന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ക്രിസ്ത്യാനികളെ, എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിന്നോട് പറയട്ടെ, നിങ്ങൾക്ക് ഇത് മനസ്സിലാകാത്ത, ബൈബിളിൽ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകാത്ത, ഇവിടെ പറയാണ് ദൈവം നമുക്ക് അപ്പോയിൻമെന്റ് ഓർഡർ തന്നിരിക്കുന്നു. ഏത് നമുക്ക്? മരണം ജപ്തി ചെയ്തുകൊണ്ട് പോകുന്ന നമുക്ക് അപ്പോയിൻമെന്റ് ഓർഡർ തന്നിരിക്കുന്നു. മനുഷ്യരോട് കൂടെ മാത്രം ജീവിക്കുന്ന നമുക്ക് അപ്പോയിൻമെന്റ് ഓർഡർ തന്നിരിക്കുന്നു. അവർ എഴുതിയിരിക്കുകയാണ്, ദൈവം നമ്മളെ കോപത്തിനല്ല, അടിക്കാൻ വേണ്ടിയല്ല അപ്പോയിൻമെന്റ് തന്നിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, നാം ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന്. കേട്ടോ, നാം ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന്. ഇതാണ് സുവിശേഷം. സുവിശേഷം എന്ന് വെച്ചാൽ നല്ല വിശേഷം. നാം ദൈവത്തോട് കൂടെ ജീവിക്കുന്നതാണ് സുവിശേഷം, നല്ല വിശേഷം. മനസ്സിലായോ? പല പല നല്ല വിശേഷങ്ങളുണ്ട്. നിങ്ങളുടെ മകൻ ഇപ്പോൾ ദുബായിലാണ്, അല്ലെങ്കിൽ US മകള് വരുന്നു, മകൻ വരുന്നു എന്ന് പറയുന്നത് നല്ല വിശേഷമാണ്. അത് സുവിശേഷം തന്നെയാ, നല്ല വിശേഷമാണ്. ഹല്ലേലൂയ. എന്നാൽ അപ്പം തന്നെ വീട്ടിലെ കല്യാണം കഴിച്ച മോള് ഇതാ പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും നാളും അയലോക്കത്ത് വീട്ടിലെ മേരി ചോദിച്ച് വിശേഷം വല്ലതും ഉണ്ടോ, വിശേഷം വല്ലതും ഉണ്ടോ, വിശേഷം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു വിശേഷമൊന്നുമില്ല. അപ്പോഴാണ് കേട്ടത് മകൾ പ്രഗ്നൻ്റ് ആണെന്ന്. ഉടനെ മേരിയെ വിളിച്ചു, മേരി വിശേഷമുണ്ട്. എന്ത് വിശേഷം? നല്ല വിശേഷം. മനസ്സിലായോ? അത് മോള് പ്രഗ്നൻ്റ് ആയതും വിശേഷം തന്നെയാണ്, നല്ല വിശേഷം തന്നെയാണ്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഒരു നല്ല വിശേഷമാണ് ഇവിടെ നമ്മളോട് പറയുന്നത്. നിന്നെ നിയമിച്ചിരിക്കുന്നത് ദൈവത്തോട് കൂടെ ജീവിക്കാനാണ്. മനസ്സിലായോ? ഇതാണ് യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം. ഇതാണ് ഇന്ന് ക്രിസ്തീയ കോളത്തിൽ കാണാത്ത സുവിശേഷം. ഹല്ലേലൂയ.
പക്ഷെ നിങ്ങളുടെ ബൈബിളിൽ നിന്ന് മാഞ്ഞു പോകാത്ത സുവിശേഷം. അപ്പം ഇത് നമ്മൾ വിശ്വസിക്കണം, മനസ്സിലാക്കണം. എന്താണ് സുവിശേഷം? നല്ല വിശേഷം, സൃഷ്ടാവോട് കൂടെയുള്ള വാസമാണ് സുവിശേഷം. ഹല്ലേലൂയ. ഇതാണ് യേശുക്രിസ്തു പ്രസംഗിച്ചത്. നിങ്ങൾ പലരും ചോദിക്കും, അപ്പോൾ യേശു ഇങ്ങനെയാണോ പ്രസംഗിച്ചത്? തീർച്ചയായും യേശു പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ദൈവം നിന്നോടുകൂടെ വസിക്കുവാനുള്ള കാലം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ, ദൈവത്തോടുകൂടെ വസിപ്പാൻ നീ വിശുദ്ധി പ്രാപിക്കുക, നീ മാനസാന്തരപ്പെടുക. ഇതിനെ യേശു പറഞ്ഞ, ഞാൻ നിങ്ങളെ സഹായിക്കാം, വാസസ്ഥലം ഒരുക്കാൻ ഞാൻ പോവുകയാണ്. മനസ്സിലായോ? ദൈവം നിങ്ങളോടുകൂടെ താമസിക്കാനുള്ള കാലം അടുത്തു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ മനസ്സിന് അന്തരം വരുത്തണം. ഇന്ന് നീ അശുദ്ധനാണ്, ഇനി അശുദ്ധനായിരിക്കാതെ ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും വിശുദ്ധനായി തീരുക. ഇതാണ് ബൈബിളിലെ ഏറ്റവും വലിയ ഡിമാൻഡ്. മനസ്സിലായോ? ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞ വാക്യം ഒന്നും കൂടി നിങ്ങൾ വായിച്ചാൽ, സാധാരണ ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കാത്തൊരു വേടാ, സുവിശേഷത്തിന്റെ ആ മർമ്മമാണ്. എന്താണ് അവിടെ യേശു ചെയ്യുന്നത്? എന്താണ് നമ്മൾ ആയിത്തീരേണ്ടത്? വായിക്കാൻ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം നമ്മെ കോപത്തിനല്ല. ദൈവം നമ്മെ നിശ്ചയിച്ചാക്കി വെച്ചിരിക്കുന്നത് കോപത്തിന് അല്ല. നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്. ഒന്ന് പറഞ്ഞേ, ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്. ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയാ? ദൈവത്തോട് കൂടെ ജീവിക്കണം. അപ്പൊ നമ്മുടെ അടുത്ത വാസസ്ഥലം എവിടെയാ? ദൈവത്തോടു കൂടി. ഇപ്പൊ വസിക്കുന്നത് എവിടെയാ? മനുഷ്യനോട് കൂടെയാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഇനി ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്, അപ്പൊ മനുഷ്യനോട് കൂടെ ജീവിക്കേണ്ടതിന് മണ്ണ് കൊണ്ടുള്ള ഉടുപ്പ്. മനസ്സിലായോ? ഇതിലാണ് നമ്മൾ വസിക്കുന്നത്. ഹല്ലേലൂയ. ഈ മണ്ണുകൊണ്ടുള്ള ഉടുപ്പ് പോയി കഴിഞ്ഞാൽ ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേറൊരു ഉടുപ്പുണ്ട്. ആ ഉടുപ്പിന്റെ പേരാണ് ക്രിസ്തു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. മനുഷ്യനോടുകൂടെ ജീവിക്കേണ്ടതിന് മണ്ണ് കൊണ്ടുള്ള ഉടുപ്പ്. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ. ഹല്ലേലൂയ. ദൈവത്തോടുകൂടി ജീവിക്കേണ്ടതിന് നമുക്ക് ഉള്ള ഉടുപ്പാണ് ക്രിസ്തു. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തുവിൽ വസിച്ചാൽ നമുക്ക് ദൈവത്തോട് ജീവിക്കാം. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോട് കൂടെ, ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച. അപ്പോൾ ആ ജീവിക്കേണ്ടതിന് എന്ത് വേണം? ഇന്ന കാര്യങ്ങൾ വേണം. നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ എൻ്റെ പാപത്തിനു വേണ്ടി യാഗമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ നിങ്ങൾ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞ് തുടർന്നുള്ള ജീവിതകാലത്ത് ആ യേശുവിനെ അനുഗമിച്ച് അനുസരിപ്പാൻ തീരുമാനമെടുക്കുന്നുവെങ്കിൽ, എൻ്റെ പ്രിയ സഹോദര സഹോദരി, നമുക്ക് ദൈവത്തോട് വസിക്കാം. എങ്ങനെ? ജഡത്തിലല്ല, ക്രിസ്തുവിൽ. ദൈവവചനം പറയുന്നു, ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശം ആക്കുക ഇല്ല. അപ്പൊ ജഡത്തിൽ വസിച്ചാൽ പറ്റുമോ? ജഡത്തിൽ വസിച്ചാ പറ്റില്ല. ഹല്ലേലൂയ. ജഡത്തിൽ വസിച്ചാ പറ്റത്തില്ല. അപ്പോൾ വളരെ വ്യക്തതയോടെ ഈ കാര്യം മനസ്സിലാക്കുക. ജഡത്തിൽ നമുക്കവിടെ പ്രവേശിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഈ ഒരു ചിന്ത നാം മനസ്സിലാക്കി പ്രവർത്തിക്കണം. വായിച്ച് 1 Corinthians chapter 15.
Oh Lord, I love you. Hallelujah. അതിന്റെ 50-ാം വാക്യം വായിച്ചേ. 15-50. ഫസ്റ്റ് കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 50-ാം വാക്യം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങൾ. മാംസരക്തം, ഇതാണ് ജഡം. നാം ഇന്ന് വസിക്കുന്ന ജഡത്തിന്റെ ഉള്ളിലാണ്. ആ ജഡത്തിന് എന്തവകാശമാക്കാൻ പറ്റത്തില്ല? ആ ദൈവത്തോടു കൂടിയുള്ള വാസം അവകാശമാക്കാൻ പറ്റത്തില്ല. പിന്നെ ജഡം കൊണ്ട് നമുക്ക് മനുഷ്യരോട് വസിക്കാനേ പറ്റത്തുള്ളൂ. അർത്ഥം കിട്ടിയ? അപ്പോ ഈ ജഡരക്തങ്ങൾക്ക് ഇത് പറ്റാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ വസിക്കുന്നത് ദൈവപുത്രനായ ക്രിസ്തുവിലാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് ബൈബിളിൽ പല മേഖലകളിലും നമുക്ക് കാണാം, നാം ക്രിസ്തുവേ ധരിക്കണം, ക്രിസ്തുവേ ധരിക്കണം, ക്രിസ്തുവേ ധരിക്കണം എന്ന് പറയുന്നത് കേൾക്കാം. ഹല്ലേലൂയ. ഇനി അവസാനം യേശുക്രിസ്തു പറയുന്ന രംഗം ഇതാണ്: ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ നിങ്ങളെ ഞാൻ, മലയാളത്തിൽ എഴുതിയിരിക്കുന്ന പോലെയല്ല, ഇംഗ്ലീഷില്, നിങ്ങളെ ഞാൻ എന്നിൽ ചേർക്കും, എന്നോട് ചേർക്കും. ഹല്ലേലൂയ. അപ്പൊ ജഡരക്തത്തിലായിരുന്ന നിങ്ങളെ ജഡരക്തം വിട്ടു കഴിയുമ്പോൾ മറ്റൊരു വാസസ്ഥലമായി ദൈവത്തോടുകൂടെ വസിക്കേണ്ടതിന് നിങ്ങളെ ഞാൻ എന്നോട് ചേർക്കുകയാണ്. അങ്ങനെ എന്നോട് നിങ്ങളെ ചേർക്കുമ്പോഴാണ് നിങ്ങൾക്ക് ദൈവത്തിൽ വസിക്കാൻ പറ്റുക. ഹല്ലേലൂയ. നിങ്ങൾ നേരത്തെ വായിച്ച ആ യോഹന്നാന്റെ സുവിശേഷം, ഓ ഫാദർ വി താങ്ക് യു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1, 2, 3 ആ ഭാഗങ്ങളാണല്ലോ നമ്മൾ വായിച്ചേ. അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുന്നത്, ഒരാൾ വന്നിട്ട് പാടാ നമ്മൾ കെട്ടിപ്പിടിച്ചിട്ട് പോകും, നമ്മളങ്ങനെ നമ്മുടെ ചിന്ത അല്ലേ. എന്നാൽ യേശു പറയുന്നത് അങ്ങനെയല്ല. നിങ്ങളെ ഞാൻ എന്നിലേക്ക് ചേർക്കും. KJV തൊട്ടടുത്തുണ്ട്, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അവിടെ എഴുതിയിരിക്കുകയാണ്, ഓ ലോർഡ് ഐ ലവ് യു ആൻഡ് ഇഫ് ഐ ഗോ ആൻഡ് പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു I will come again and receive you unto myself. എന്നിലേക്ക് നിങ്ങളെ ചേർക്കും. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. എന്നിലേക്ക് നിങ്ങളെ ചേർക്കും. പിന്നെ നിങ്ങൾ ജീവിക്കുന്നത് എൻ്റെ ഉള്ളിലാ. നേരത്തെ ജഡത്തിൽ ജീവിച്ചിരുന്ന നിങ്ങൾ ഇനി ജീവിക്കാൻ പോണത് എൻ്റെ ഉള്ളിലാ. എൻ്റെ അവയവമായിട്ടാണ് നിങ്ങൾ ജീവിക്കാൻ പോണേ. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഭാഗമായിട്ടാണ് ജീവിക്കാൻ പോണേ. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. നമ്മളുടെ ഇപ്പോഴുള്ള ഈ ഭവന, ശരീരം എന്ന ഭവന നമുക്ക് അതിവേഗം നഷ്ടപ്പെടും. മരണം നമ്മളെ ജപ്തി ചെയ്തുകൊണ്ട് പോകും. എന്നാൽ മറ്റൊരു ഭവനം നമുക്കായി ദൈവം ഒരുക്കുന്നുണ്ട്, തൻ്റെ പുത്രനായ ക്രിസ്തുവിൽ. ഹല്ലേലൂയ. ആ ക്രിസ്തുവിൽ വസിച്ചാൽ നമുക്ക് ദൈവത്തിൽ വസിക്കാം. ആ ദൈവത്തിൽ നാം വസിക്കുന്നുവെങ്കിൽ നിത്യം നമുക്ക് പുതിയ യെരൂശലേമിൽ ദൈവത്തിൽ വസിക്കാം. നമ്മൾ ദൈവത്തിൻ്റെ ആലയമായി മാറും. നിങ്ങൾക്കറിയാമോ പുതിയ യെരൂശലേമിൽ വേറൊരു ആലയം ഇല്ല എന്നുള്ള കാര്യം? അറിയില്ല അല്ലേ? ഹല്ലേലൂയ. പുതിയ യെരൂശലേമിൽ പിതാവും പുത്രനുമാണ് ആലയം. അപ്പം നമ്മളോ ആ പുത്രൻ്റെ ഉള്ളിലാണ്. ഹല്ലേലൂയ. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണെന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. നമുക്ക് ഈ അറിവൊക്കെ നഷ്ടപ്പെട്ടു പോയി. ജീവനുള്ള ദൈവത്തിന്റെ ആലയമായി ഇരിക്കണം ഓരോന്നും. അതിന്റെ ഓരോ കല്ലുകളാണ് ഇരിക്കണമെന്നും എല്ലാം. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് പറയുന്നത്, എൻ്റെ പിതാവിന്റെ വാസസ്ഥലം, ഭവനത്തിൽ അനേക വാസസ്ഥലം ഉണ്ട്. പിതാവിന്റെ ഭവനം എന്ന് പറയുന്നത് വേറെ ആരുമല്ല, യേശുക്രിസ്തുവാണ്. യേശു പറയാണ്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഹല്ലേലൂയ. പിതാവ് ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട്
തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. യോഹന്നാൻ 14:10. ഇതിന്റെ താഴെ നമുക്ക് കാണാം, വാസസ്ഥലത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കാം. ഇതിന്റെ തൊട്ട് താഴെയാണ് അത് പറയുന്നത്. യോഹന്നാൻ 14:10 പറയാണ്, പിതാവ് എന്നിൽ വസിക്കുകയാണ്. 14:10. യോഹന്നാൻ 14:10. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞില്ലേ, ഭവന വ്യവസ്ഥ വ്യത്യാസമാണെന്ന്. ഭൂമിയിൽ ഫ്ലാറ്റ് 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 അല്ലെന്നുണ്ടെങ്കിൽ കോളനി, ഒരു വീട് ഒരു വീട് ഒരു വീട് ഒരു വീട്. പക്ഷേ ഹെവൻലി ഭവനം പ്രൊജക്റ്റ് ഉള്ളിലാണ്. ഒരാളുടെ ഉള്ളിൽ ഒരാളുടെ ഉള്ളിൽ ലിങ്കാണ്. മനസ്സിലായി? ചങ്ങല കണ്ടിട്ടുണ്ട? ഒരു കണ്ണിയുടെ ഉള്ളിൽ വേറൊരു കണ്ണി, ഈ കണ്ണി ആ കണ്ണിയുടെ ഉള്ളിൽ, ആ കണ്ണി ഈ കണ്ണിയുടെ ഉള്ളിൽ. ഇതേപോലെയാണ്. പരസ്പരം വിട്ടുപിരിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് യേശു പറയുന്നത്, എനിക്ക് പിതാവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഹെഡിന് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. താഴേക്ക് വായിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പോ പിതാവ് ഏത് വീട്ടിലാണ് താമസിക്കണേ? യേശു എന്ന പുത്രന്റെ ആ ശരീരത്തിലാണ് താമസിക്കുന്നത്. അങ്ങനെ പുത്രൻ ആരായി? ദൈവത്തിന്റെ ഭവനമായി മാറി. ഇനി ആ പുത്രനിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. അത് ഒരുക്കി കിട്ടണമെങ്കിൽ അതിൽ പുത്രൻ നമ്മളെ സ്വീകരിച്ച നമുക്ക് കിട്ടി. പുത്രൻ സ്വീകരിച്ചില്ലേ കിട്ടില്ല. ഇതുകൊണ്ടാണ് പറയുന്നത്, പിന്നെ വന്ന് നിങ്ങളെ ഞാൻ എന്നിലേക്ക് സ്വീകരിക്കും. പക്ഷെ പലരെയും സ്വീകരിക്കുന്നില്ല. പുത്രൻ തുപ്പിക്കളയും. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയുക. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ഇപ്പൊ കേട്ടത് ആദ്യ വാസസ്ഥലം, ഇപ്പൊ താമസിക്കുന്ന മനുഷ്യനോട് കൂടിയുള്ള ജഡരക്തം എന്ന വാസസ്ഥലം ഇപ്പോ തീരും. മരണം ജപ്തി ചെയ്ത് പുറത്താകും. ഹല്ലേലൂയ. അപ്പൊ ചോദ്യം, പുതിയ വാസസ്ഥലം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോഴാണ് സുവിശേഷത്തിന്റെ പ്രാധാന്യം. സുവിശേഷം വരികയാണ് പുതിയ വാസസ്ഥലമായിട്ട്. ആ വാസസ്ഥലമാണ് ദൈവത്തിൽ നമുക്ക് വസിക്കാൻ പറ്റും, ദൈവത്തോടു കൂടെ വസിക്കാൻ പറ്റും. അതാണ് നമ്മുടെ നിയമനം. മനസ്സിലായില്ലേ? ദൈവം നമ്മളെ കോപത്തിനല്ല നിയമിച്ചത്. നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നാം ദൈവത്തോടു കൂടെ വസിക്കേണ്ടതിന്. ആരോട് വസിക്കണം? അടുത്താക്ക് ക്ഷയിക്കാൻ എടുത്തിട്ട് പറ, നമ്മളെ നിയമിച്ചത് ദൈവത്തോടു കൂടെ വസിക്കാനാന്ന് പറ. ദൈവത്തോട് കൂടെ വസിക്കാനാണ് നമ്മളെ നിയമിച്ചത്. ഹല്ലേലൂയ. അപ്പോ ദൈവത്തോട് കൂടെ വസിക്കാനാണ് നിയമിച്ചത്. ഇതാണ് യേശു പ്രസംഗിച്ച സുവിശേഷം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവം നിന്നോടുകൂടെ പാർക്കാനുള്ള കാലം സമീപിച്ചു. അതുകൊണ്ട് മനുഷ്യ നീ മാനസാന്തരപ്പെട്. ഹല്ലേലൂയ. എന്നാൽ പിശാച്, ഈ ലോകത്തിന്റെ ദൈവമാകുന്ന പിശാച്, നമ്മളിത് അറിയുവാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായോ? പകരം നമ്മളെ കൊണ്ട്, ക്രിസ്ത്യാനികളെ കൊണ്ട്, യേശുവിനെ കൊണ്ട് ഒരു മതം ഉണ്ടാക്കിപ്പിച്ചു. യേശു മതം ഉണ്ടാക്കിയതല്ല, ആ യേശുവിൻ്റെ പേരും കൊണ്ട് നമ്മളൊരു മതം ഉണ്ടാക്കി യേശുവിനെ സ്തുതിച്ച് 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 സ്വർഗ്ഗരാജ്യത്തിൽ കയറാന്നുള്ള ഒരു മിഥ്യാധാരണയും കൊണ്ട് ഇരിക്കുക. ഞാനൊക്കെ ആയിരുന്ന കത്തോലിക്ക സഭ കുർബാന കണ്ട് 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 സ്വർഗ്ഗരാജ്യത്തിൽ കയറാമെന്ന് ചിന്തിച്ചു. വേറെ ചിലർ ചിന്തിച്ചു കൃപാവരം പ്രാപിച്ച് നമുക്ക് സ്വർഗ്ഗരാജ്യത്തിൽ കയറാമെന്ന് ചിന്തിച്ചു. വേറെ ചിലർ ചിന്തിച്ചു, അതായത് പൗലോസ് പറയുന്നത് നിങ്ങളൊക്കെ വിഗ്രഹ മനോഭാവത്തോടുകൂടിയാണ് ചെയ്യണം മുഴുവൻ. കാരണം നേരത്തെ വിഗ്രഹങ്ങൾക്ക് പലതും കൊടുത്ത കാര്യം സാധിച്ചിരുന്നത്. ചിലർക്ക് എണ്ണ വേണം, ചിലർക്ക് എണ്ണ ഇഷ്ടമല്ല, ചിലർക്ക് പൂമാല വേണം, ചിലർക്ക് പൂമാല ഇഷ്ടമല്ല, ചിലർക്ക് കതിന വേണം, ചിലർക്ക് ഇതൊന്നും ഇഷ്ടമല്ല, അവരുടെ മുമ്പിൽ കിടന്ന് ഉരുളണം. ഇങ്ങനെ പലതാണ്. ചിലർക്ക് ഇതൊന്നും, വേറെ പലതൊക്കെ ഇഷ്ടം. അങ്ങനെ യേശുവിന് സ്തുതി ഇഷ്ടം. ഇങ്ങനെ ഒരു ചിന്തയിൽ നമ്മൾ സ്തുതിച്ച് കയറാൻ പോവാണ് യേശുവിനെ. യേശു ന്യായവിസ്താരത്തിൽ പറയാണ്, എന്നോട് നിങ്ങളൊരു മിഥ്യാധാരണയാണെന്നുള്ള ചിന്തയിൽ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനൊന്നും അല്ല സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്, അതായത് പിതാവിനോട് കൂടിയുള്ള ജീവിതത്തിൽ പ്രവേശിക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനെ അവിടെ പ്രവേശിക്കുകയുള്ളൂ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ സ്തുതിക്കേണ്ടെന്നല്ല, നമ്മൾ കൃപാവരം ഓപ്പറേറ്റ് ചെയ്യേണ്ടെന്നല്ല, മനസ്സിലാവുന്ന ഉപവസിക്കേണ്ട എന്നല്ല. ഇതൊക്കെ മാന്യമായിട്ട് ചെയ്യേണ്ടത് ചെയ്യുക. പക്ഷേ ദൈവ ഇഷ്ടം ചെയ്ത് സ്വർഗരാജ്യം അവകാശമാക്കിയതിൻ്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് ഇതിനൊന്നും കൊണ്ടുവരരുത്. അത് അപകടമാണ്. ഹല്ലേലൂയ. അപകടം. അതാണ് മത്തായി 21, 22, 21 വായിച്ച്. അതായത് ഇന്നത്തെ ക്രിസ്ത്യാനികളെ ശ്രദ്ധിച്ച് കേട്ടോളണം, ദേവദാസമായി പ്രത്യേകിച്ച് കേട്ടോളണം. ഇന്നത്തെ ക്രിസ്ത്യാനികളെ കർത്താവ് കൂട്ടമായി പുറത്താക്കുന്ന രംഗമാണ്. തന്നിലേക്ക് ചേർക്കുന്നില്ല. തന്നിലേക്ക് കർത്താവ് പറഞ്ഞില്ല, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എന്നിലേക്ക്
ചേർക്കും. ഇന്നത്തെ ക്രിസ്ത്യാനികളെ തന്നിലേക്ക് ചേർക്കുന്നില്ല. ഒന്ന് വായിച്ചേ, 2 കൂട്ടരെ കാണാം അവിടെ. ഒന്ന്, യേശുവിനെ കർത്താവായി സ്വീകരിച്ച ഒരു കൂട്ടർ. 2, അതിൻ്റെ അപ്പുറം അഭിഷേകം പ്രാപിച്ച് സുവിശേഷം അറിയിച്ച വേറൊരു കൂട്ടർ. ഈ 2 എണ്ണത്തിനെയും കർത്താവ് കേട്ടുന്നില്ല. വായിക്കും. മത്തായി 7:21 മുതൽ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ നമ്മളുടെ ചിന്ത യേശുവിനെ അങ്ങ് ഉയർത്തിയാൽ, ഒന്ന് പുകഴ്ത്തി പറഞ്ഞാൽ അങ്ങോട്ടേക്ക് എത്താന്ന്. ഹല്ലേലൂയ. യേശുവിനെ കർത്താവ് എന്ന് പറയേണ്ട ആവശ്യമായി രക്ഷിക്കപ്പെടാൻ. അതെന്താ? കഴിഞ്ഞകാല പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടുക സൗജന്യമായി. യേശു കാൽവരി എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന മൂലം. അതല്ല സ്വർഗരാജ്യത്തിൽ കടത്താനുള്ള യോഗ്യത. സ്വർഗരാജ്യത്തിൽ കടക്കാനുള്ള യോഗ്യതയുടെ പ്രാരംഭമാണത്. കഴിഞ്ഞകാല ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്ന് സ്വർഗരാജ്യത്തിലേക്ക് കിടക്കാൻ പറ്റൂ. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ, ക്രിസ്ത്യാനികളായവർക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുക. ഇപ്പം നിങ്ങളുടെ മകനെ നിങ്ങൾ ബാംഗ്ലൂർ ഒരു കോളേജിൽ അയച്ചു എൻജിനീയർ ആകാനായിട്ട്. എന്നോടൊപ്പം വരണേ, കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇതുണ്ടാക്കി കഥയാട്ടാ. ശ്രദ്ധിച്ചേ. അങ്ങനെ നിങ്ങളാണെങ്കിൽ വലിയ പുള്ളിയാണ്. അപ്പോൾ നിങ്ങൾ കോളേജ് അയച്ചു, ക്യാപിറ്റേഷനൊക്കെ കൊടുത്ത് അവിടെ അയച്ചു. അപ്പോൾ അവൻ അവിടെ കറങ്ങിയൊക്കെ അടിച്ച് നടന്നു. അവസാനം എക്സാം വന്നപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, എടാ തുണ്ട് പേപ്പറിൽ എഴുതിയാൽ നമ്മൾ ജയിക്കുക, നമ്മുടെ പഴയ ആളിലൊക്കെ ജയിച്ചാൽ അങ്ങനെയാണ്. അപ്പോൾ ഇവനും കുറേ തുണ്ട് പേപ്പറിലൊക്കെ എഴുതിക്കൊണ്ട് പോയി അവിടെ എക്സാം സമയത്ത് തുണ്ട് പേപ്പർ എടുത്ത് അവൻ അതുകൊണ്ട് ആൻസർ ഷീറ്റിൽ എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങ് CCTVയിൽ കൺട്രോൾ റൂമിൽ നിന്ന് എക്സാമിനർ ഇത് കണ്ടു. എക്സാമിനർ നേരിട്ട് നടന്നിങ്ങ് വന്നു. ഇവനാണെങ്കിൽ വലിയ പുള്ളിയാണ്, അതുകൊണ്ട് ക്ലാസ്സിൽ നടന്ന ടീച്ചറൊന്നും മിണ്ടിയൊന്നുമില്ല. എക്സാമിനർ നേരിട്ടിട്ട് വന്നിട്ട് പുറകിൽ വന്നിട്ട് നോക്കി ഇവൻ എഴുതണത്. എന്നിട്ട് ഇവനെ ഇങ്ങനെ അങ്ങ് ഈ കോളറിൽ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് പൊക്കി. അവിടെ കയ്യോടെ പിടിച്ചു. കയ്യോടെ പിടിച്ചപ്പോൾ ഇവനാടാ നിങ്ങളുടെ മോനല്ലേ, വെല്ലുവിളിയല്ലേ. അപ്പോൾ ഇവനെന്ന് പറയുന്നത് ജീവിതത്തിൽ ആരും ഇവൻ അങ്ങനെയൊന്ന് ചെയ്തിട്ടില്ല. ഇവൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ടല്ലോ, തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് താൻ എന്താ ചെയ്യണമെന്ന് അറിഞ്ഞില്ല. ഒറ്റ അടി കൊടുത്തു എക്സാമിനർക്കിട്ട്. എക്സാമിനർക്കിട്ട് അടിയും കൊടുത്തു. എക്സാമിനർ നേരെ അവനെ ആൻസർ ഷീറ്റും കൊണ്ട് കൺട്രോൾ റൂമിലേക്ക് പോയി. പോലീസിനെ വിളിച്ചു. അവന് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അവനെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ അവനെ കോളേജിലേക്ക് അയച്ചെന്തിനാ? എഞ്ചിനീയർ ആകാൻ അല്ലേ? ഇപ്പൊ അവനെവിടെയാ? അപ്പൊ ഇനി നിങ്ങൾ അവനോട് എഞ്ചിനീയർ ആടാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി എന്നിപ്പോ എന്താ വേണ്ടേ? അവനെ ജയിലിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞേ. അവനെ ജയിലിൽ നിന്ന്, മനസ്സിലായ? അപ്പൊ ഇനി ആരെ വേണം? ഒരു അഡ്വക്കേറ്റിനെ, ഒരു രക്ഷകനെ വേണം. മനസ്സിലായ? അപ്പൊ ഇനി അഡ്വക്കേറ്റിന് വേണം, രക്ഷകനാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും പാപത്തിന്റെ ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്തു. നമ്മുടെ അപ്പൂപ്പൻ ആദം. അങ്ങനെ എല്ലാവരും പിശാചിന്റെ പിടിയിലായി. മനസ്സിലായോ? മരണത്തിന്റെ പിടിയിലായി. അപ്പൊ ഇനി നമുക്ക് എന്നാ വേണം? രക്ഷ വേണ്ടേ? അവിടെ നിന്ന് രക്ഷ വേണ്ടേ? നമ്മളെ ദൈവത്തോടെ താമസിക്കാനാണ് നിയമിച്ചേക്കണേ. ഇപ്പോ ജയിലിലിട്ടു. അപ്പൊ ആ ദൈവത്തോടെ താമസിക്കുന്ന ആദ്യം എന്ത് വേണം? രക്ഷ വേണം. അതിനൊരു രക്ഷകനെ വേണം. ആ രക്ഷകനായിട്ട് തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. അതാ അവിടെ എഴുതിയിരിക്കുന്നേ. നാം ദൈവത്തോടുകൂടെ താമസിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ യേശു മൂലം കഴിഞ്ഞകാല പാപത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തോടെ ഭാവിയിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. എൻ്റെ ഒപ്പത്തിനൊപ്പം ഉണ്ടോ? ഭാവി ജീവിക്കാൻ കഴിയത്തുള്ളൂ. അതിൻ്റെ നിങ്ങളെ ഭാഷ പറഞ്ഞാൽ നിങ്ങളൊരു അഡ്വക്കേറ്റിനെ വെച്ച് രക്ഷകനായിട്ട് അവിടെ കൊണ്ടുചെന്ന് അഡ്വക്കേറ്റിനുമായി അതിന് വേണ്ട പരിഹാരം ചെയ്ത്, അതായത് എക്സാമിനറോട് പറയാം, സാറേ കേസൊന്ന് പിൻവലിക്കുക. അപ്പം അദ്ദേഹം പറയാണ്, ഇത്ര നഷ്ടപരിഹാരം തന്നെ ഞാൻ പിൻവലിക്കും, എന്നെ അടിച്ചതാ. അപ്പം നിങ്ങൾ ആ പരിഹാരം അങ്ങ് കൊടുത്തിട്ട് അഡ്വക്കേറ്റിനെ വെച്ച് ജാമ്യം എടുത്ത് ആ കാര്യങ്ങൾ കേസ് ക്യാൻസൽ ചെയ്ത് കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവന്നിട്ട് എവിടെ കൊണ്ടുവന്നു? വീണ്ടും എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ടുവന്നു. അപ്പം ഇനി നിങ്ങൾക്ക് അവനോട് പറയാം, പഠിക്കടാ, എഞ്ചിനീയർ ആകണം. മനസ്സിലാവുന്നുണ്ടോ? നിന്നെ എഞ്ചിനീയർ ആകാനാണ് നിയമിച്ചിരിക്കണേ, അല്ലാണ്ട് നിന്നെ ജയിലിൽ നിന്ന് രക്ഷിക്കാനല്ലായിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാനല്ല ദൈവം നിയമിച്ചത്. പക്ഷെ രക്ഷ ഇടയ്ക്ക് ആവശ്യമായി വന്നതാ.
ഹല്ലേലൂയ. ദൈവം നമ്മളെ നിയമിച്ചത് ദൈവത്തോടുകൂടെ പാർക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ വചനം വ്യക്തമായിട്ട് എഴുതിക്കുന്നത്, നാം ദൈവത്തോടുകൂടെ പാർക്കേണ്ടതിന് ദൈവപുത്രനായ യേശുവിലൂടെ രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ. നമ്മുടെ ഈസിവാ മെത്തേഡ് മുതലെടുത്ത് പിശാചും അറിവില്ലാത്ത വ്യക്തികളും ചേർന്ന് വേറൊരു സുവിശേഷം ഉണ്ടാക്കി യേശുവിൽ കൊണ്ടങ്ങ് ഒതുക്കി. യേശുവിൽ ഒതുക്കരുത്, യേശുവിലൂടെ ആരംഭിക്കണം. സ്വർഗീയ പിതാവിൽ ജീവിക്കാൻ യേശുവിലൂടെ ആരംഭിക്കണം. ഇതാ വായിച്ചേ, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന യവനുമല്ല, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അപ്പൊ ആരാ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നേ? സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. നാം ഇത് കണ്ടില്ലെന്ന് അടിച്ചിട്ട് എന്താ കാര്യമുള്ളേ? നമ്മളെല്ലാവരും കളക്ടറാകാൻ പോവാം. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ സ്കൂളിൽ പഠിച്ചു എന്നും പറഞ്ഞ് വന്നവരൊന്നും അല്ല കളക്ടർ, IAS പാസ്സായവർ മാത്രമേ കളക്ടറാകുള്ളൂ. നിങ്ങളൊരു പൊട്ടനെ പോലെ ഞങ്ങൾ കേട്ടില്ലേ അറിഞ്ഞില്ലേ കളക്ടറാകണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? ഞങ്ങൾ കേട്ടില്ല, ഈ പറഞ്ഞൊന്നും ഞങ്ങൾ കേട്ടുമില്ല, ഞങ്ങളിതൊന്നും അറിഞ്ഞുമില്ല. ഞങ്ങൾ ആരാ? ക്രിസ്ത്യാനികൾ. ഞങ്ങളെ കയറ്റിക്കോ. യേശു വ്യക്തതയോടെ പറയുന്നു, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്ന അവനും അല്ല. എവിടെ കിടക്കുന്നത്? സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. പിന്നെ എന്തു വേണം? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ കിടക്കുള്ളൂ. നമ്മൾ ഇത് കേട്ടില്ലെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? നമ്മുടെ ബൈബിളിൽ ഇല്ല എന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ആകാശം മാറും, ഭൂമി മാറും, യേശുവിൻ്റെ വാക്കുകൾക്ക് ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് നമ്മൾ മാറിയാലേ നിവർത്തിയുള്ളൂ. വചനം മാറൂല. നമ്മൾ വലിയ ഗ്രൂപ്പാടോ, കത്തോലിക്കയാ ആണോ? വചനം മാറൂല കേട്ടോ. ഞങ്ങൾ മാർത്തോമയാ, ഒരു കാര്യമില്ല. ഞങ്ങളാണെങ്കിൽ പെന്തക്കോസ്തുകാരാ, ഒരു കാര്യമില്ല മക്കളെ. നിങ്ങൾ ഏത് കാരാണെങ്കിലും വചനം മാറൂല. നമ്മൾ മാറിക്കൊള്ളണം വചനത്തിനനുസരിച്ച്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ മാറണം. അപ്പൊ ഇത് കണ്ടില്ലെന്ന് ചിന്തിക്കരുത്. പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗരാജ്യത്തിൽ കടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഈ ന്യായം വിധിക്കുന്ന ആളെ ഈ പറയണേ. അപ്പോ യേശുവിനെ കർത്താവായി ശരിക്കും നല്ലതാ. ജയിലിൽ നിന്ന് മോചിതമാകുന്നൊക്കെ നല്ലതാ. സ്കൂളിലൊക്കെ വീണ്ടും എഞ്ചിനീയറിംഗ് കോളേജ് വരുന്ന നല്ലതാ. അതുകൊണ്ടൊന്നും എഞ്ചിനീയർ ആവില്ല. എഞ്ചിനീയർ ആണെങ്കിൽ അവിടുത്തെ സിലബസ് പഠിച്ച് ജയിച്ചാലേ എഞ്ചിനീയർ ആവുള്ളൂ. അപ്പൊ ഇത് മനസ്സിലാക്കാനുള്ള ബേസിക് ബുദ്ധിയെങ്കിലും നമുക്ക് ഒന്നുണ്ടാകണ്ടേ? അല്ലെങ്കിൽ രക്ഷ വേറെ, അത് സൗജന്യമാണ്. എന്നാൽ ദൈവരാജ്യം സൗജന്യമൊന്നുമല്ല. ഞാനും നിങ്ങളും യേശുവിനോട് പഠിച്ച് അനുസരിച്ച് അവകാശമാക്കേണ്ടതാണിത്. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, ജയിക്കുന്നവൻ ഇത് അവകാശമായി കിട്ടും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ജയിക്കണം മക്കളെ. ജയിക്കാതെ കളക്ടർ IAS ജയിക്കാതെ കളക്ടറാകാൻ ചെല്ലുന്നതിൻ്റെ കാര്യം പോലെ നമ്മുടെ കാര്യം. ഹല്ലേലൂയ. വെളിപ്പാട് 21:7 ബൈബിൾ തീരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ബൈബിളൊക്കെ ഒന്ന് വായിക്കാനുള്ള പരിശീലിക്കണം. 21:7 ഇങ്ങനെയാണ് പറയുന്നത്, ജയിക്കുന്നവൻ ഇത് അവകാശമായി കിട്ടും. ഏത്? ദൈവത്തോടുകൂടിയുള്ള ജീവിതമേ. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ജയിച്ചാലേ കിട്ടുള്ളൂ. വായിക്കേ. വെളിപ്പാട് 21:7 ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കണ്ടോ? ജയിക്കുന്നവനെ കിട്ടുള്ളൂ. ബൈബിള് തീരുക സഹോദരങ്ങളെ. നിങ്ങള് ക്രിസ്ത്യാനികളായ ഈ കൂട്ടത്തിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരോട് പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവർക്കൊരു മാതൃകയാകണം. നമ്മൾ മറ്റുള്ളവരെ നരകത്തിലേക്ക് നയിക്കുന്ന ചൂണ്ടുപലകളാകരുത്. ഹല്ലേലൂയ. ക്രിസ്ത്യാനിയോട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തുവെ അനുഗമിക്കുന്നവ അവനെയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അവനോട് പറയാണ്, നീ ലോകത്തിന്റെ വെളിച്ചാ. കാരണം നിന്നിലൂടെ വേണം സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ തന്റെ ചിന്തകൾ പ്രകാശിപ്പിക്കാൻ. പക്ഷെ നീ ലോകത്തിന്റെ ഇരുട്ടായി മാറിയാൽ എങ്ങനെ ഇരിക്കുക? ഹല്ലേലൂയ. അപ്പൊ നമ്മള് വ്യക്തതയോടെ മനസ്സിലാക്കുക. വെളിപ്പാട് 21:7 ദൈവദാസന്മാരായ നിങ്ങളുടെ റെസ്പെക്റ്റോടെ ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞു സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രസംഗത്തിൽ ഈ വേർഡുണ്ടോ? ജയിക്കുന്നവനാണ് അവകാശം കിട്ടുന്നതിനുള്ള വേർഡുണ്ടോ? ഇല്ലെങ്കിൽ അതും കൂടി ചേർക്കണം. അല്ലാതെ നമ്മൾ ദൈവം നിന്നെ ഇപ്പൊ അനുഗ്രഹിക്കോ, നിന്റെ മരണം ജപ്തി ചെയ്യാൻ പോകുന്ന വീട്ടിൽ അതും മിണ്ടൂല കേട്ടോ. ഇപ്പൊ നിനക്ക് കിട്ടും അനുഗ്രഹം, ഇപ്പൊ നിന്റെ തലവേദന മാറും, ഇപ്പൊ നിന്റെ മുട്ടുവേദന മാറും. ഈ പാവങ്ങൾ ഇതുവല്ലോ അറിയാം. ഇപ്പൊ മുട്ടുവേദന മാറിയാലും തലവേദന മാറിയാലും മരണം ഇപ്പൊ ജപ്തി കൊണ്ടുപോകുന്നു. ഇതുങ്ങൾ ഉടനെ ആത്മാവിലാകും, ഉടനെ ഒരു തുള്ളലും പാടലും ഒക്കെ ആയി അവസാനം ഇതാ രണ്ടു കൂട്ടരും കൂട്ടത്തോടെ നരകത്തിലേക്ക്. എന്താ കാര്യമുള്ളത്?
ബൈബിൾ അവസാനം എഴുതിയിരിക്കുകയാണ്, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. അത് സൗജന്യമൊന്നുമല്ല, അവകാശമാകണം. അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. മനുഷ്യന്റെ മകനായി ഭൂമിയിൽ ജനിച്ച നിനക്ക് ദൈവത്തിന്റെ മകനായി പ്രൊമോട്ട് ചെയ്തു പോവാം. ഹല്ലേലൂയ. മനുഷ്യന്റെ മകനായി മനുഷ്യനോടുകൂടെ മാത്രം ജീവിക്കുന്ന നിനക്ക് മരണം നിന്നെ ജപ്തി ചെയ്യുമ്പോൾ, മരണമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ദൈവത്തിന്റെ മകനായി ക്രിസ്തുവിൽ ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ള അവസരമാണ് സുവിശേഷം. മനസ്സിലായ? ഹല്ലേലൂയ. അതിന് ജയം വേണം. അല്ലാണ്ട് ചുമ്മാ സ്തുതി ആരാധന എന്ന് പറഞ്ഞ് നടന്നാൽ പോരാ. എല്ലാ സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കണം, അതിൽ മനുഷ്യനും സ്തുതിക്കണം. ഹല്ലേലൂയ. നമ്മൾ ജയിച്ചാലേ കയറി പോവുള്ളൂ. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. മനുഷ്യരോടുകൂടിയുള്ള ജീവിതം അതിവേഗം തീരും. ഇത് മനസ്സിലാക്കി നാം ഓരോരുത്തരും, പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്കൊരു മാതൃകയാകണം. ഹല്ലേലൂയ. ഒരു മാതൃകയായി നിലകൊള്ളാനായിട്ട് ഇടയാകണം. അല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർ ചിന്തിക്കണം, എന്തുകൊണ്ട് ഈ വ്യക്തി അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഈ വ്യക്തി ഇങ്ങനെ ചെയ്തു. എൻ്റെ ജീവിതത്തിൽ നോക്കിയിട്ട് പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ഇതാ ഞങ്ങളെപ്പോലെയുള്ള ഒരു അമ്മമാർ എങ്ങനെയെങ്കിലും പിള്ളേരെ ഒന്ന് ബിസിനസ്സുകാരനാക്കാൻ, ഒന്ന് ദുബായിൽ വിടാൻ, ഒന്ന് ന്യൂയോർക്കിൽ വിടാൻ, ഞങ്ങൾ കുടുംബം പണയം വെച്ചിട്ടാണ് വിടണേ. ഈ പുള്ളി അവിടെയുള്ള ബിസിനസ്സും വിട്ടിട്ട് ദേ നടക്കണം, ഇന്ന് വട്ടാണോ എന്നൊരു ചോദ്യം അവരുടെ ഉള്ളിൽ വരണം. അപ്പോൾ അവർ അന്വേഷിക്കാൻ തുടങ്ങും, ഇവൻ എന്താ വട്ടുണ്ടോ യഥാർത്ഥത്തിലെന്ന്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഇവൻ അതിലും വലിയതൊന്ന് കണ്ടിട്ടാണ് അത് വിട്ട് ഇറങ്ങിയതെന്ന്. ഈജിപ്തിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണിയത് കൊണ്ടാണ് മോശ കൊട്ടാരം വിട്ട് ഇറങ്ങിയതെന്ന്. മോശയുടെ ജീവിതത്തിലൂടെ ഒരു സന്ദേശം മോശ എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ, മക്കളെ, നിങ്ങളുടെ ജീവിതത്തിലൂടെ ഒരു സന്ദേശം കൊടുക്കണം. ഹല്ലേലൂയ. അത് ബൈബിള് വായിക്കാതെയുള്ള ബൈബിൾ വചനമാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞ, ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ ആരെങ്കിലും ബൈബിൾ വായിക്കുന്നില്ല, വചനം വായിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കും മനുഷ്യ, പ്രാർത്ഥിക്കും മനുഷ്യ, അത് ചെയ്യും മനുഷ്യ, മുട്ടുകുത്ത് മനുഷ്യ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ കൊണ്ട് ഞെക്കിപ്പിച്ചാതെ നിങ്ങളുടെ ജീവിതം അദ്ദേഹത്തിന്റെ മുമ്പിൽ വചനമായി മാറിയാൽ ബൈബിള് കൂടാതെ അദ്ദേഹം രക്ഷയുടെ മാർഗത്തിൽ വരും. നമ്മുടെ ജീവിതം അവരുടെ മുമ്പിൽ ഒരു പ്രകാശമായിരിക്കണം, സന്ദേശമായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് പറയുന്നില്ല, നമ്മൾ പലരും പറഞ്ഞെന്നറിയാമോ, നമ്മുടെ സുവിശേഷകരുടെ ഞാൻ എല്ലാ സുവിശേഷകരും ബഹുമാനിക്കുന്നുണ്ടോ, പക്ഷെ അവർ പറയുന്നത്, യേശു കർത്താവായി ചോദിച്ച് കൈപൊക്കി കാട് ഫില്ല് ചെയ്ത് ജലത്തിൽ മുങ്ങിയാൽ നിങ്ങൾ സ്വർഗരാജ്യം കിട്ടി, ഉറപ്പായി. പക്ഷേ വിശുദ്ധ പൗലോസപ്പോസ്തലൻ ഇതൊക്കെ എഴുതിയ പൗലോസപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയൊന്നുമല്ല. സഹോദരന്മാരെ, ഞാൻ പ്രാപിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, പ്രാപിക്കാമോ എന്ന് വെച്ച് കണ്ടോ പ്രാപിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. ഞാൻ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു അറിയാമോ? പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി, അതാണ് ദൈവത്തോടുള്ള വാസം, ദൈവമക്കളായി പരമവിളിയുടെ വിരുദിനായി ഞാൻ ഇതാ ലാക്കിലേക്ക് ഓടുകയാണ്. എൻ്റെ മക്കളെ, നമ്മൾ അങ്ങനെയാണോ? അതോ നമ്മൾ ഇന്നത്തെ വിഷയം മാറാൻ വേണ്ടി, ദൈവമേ, ഇന്നത്തെ വിഷയം മാറാൻ വേണ്ടി ദൈവത്തോട് കരയുന്നവരാണോ? ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. പ്രിയ സഹോദരൻ, എന്നെ പഠിപ്പിച്ചൊരു കാര്യം, ഹല്ലേലൂയ, അത് നിങ്ങളൊന്ന് ഓർക്കണേ, ഓർക്കണേ. ഇവിടെ കർത്താവിൻ്റെ വചനത്തിലൂടെ നാം കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, കൂട്ടത്തോടെ ക്രിസ്ത്യാനികളെ കർത്താവ് പുറന്തള്ളുകയാണ്. അതാണ് മത്തായി 7:21. അവിടെ പറയാണ്, അവരൊക്കെ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരാ. കർത്താവ് പറയുന്നത്, എന്നെ കർത്താവേ എന്ന് പറയുന്നവർ ഹൃദയത്തിൽ കയറുന്നത് എന്നെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാ. അവർ പുറത്തായി. അടുത്ത കൂട്ടർ ആരാന്നറിയാമോ? അഭിഷിക്തന്മാരാ. മറ്റേ സാധാ വിശ്വാസികളായിരുന്നു. ഇനി അടുത്ത കൂട്ടര് സുവിശേഷകന്മാരാ, ഡെലിവറൻസ് മീറ്റിംഗ് ചെയ്യുന്നവരാ, രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്ന സുവിശേഷകരാ. അവരെ കർത്താവ് അവരോട് സംസാരിക്കാൻ പോലും നിന്നില്ല. അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അച്ഛന്മാരും പാസ്റ്റർമാരും മെത്രാന്മാരും ഈ നിൽക്കണം, ഒരെണ്ണത്തിനോട് സംസാരിക്കുന്നില്ല, ഗെറ്റ് ഔട്ട് എന്ന് അടിച്ചു. അതുകൊണ്ട് ഇതൊന്നും ഒരു പള്ളിയിലും വിളിച്ചു പറയൂല. ഒരു പള്ളിയിലെങ്കിൽ ആരാധനയ്ക്ക് കുർബാനയുടെ മധ്യത്തിൽ വലതുഭാഗത്ത് ഇടതുഭാഗത്ത് നിൽക്കുന്ന ആൾത്താരപാലന്മാരും ബൈബിൾ വായിക്കുമല്ലോ. ഇത് വായിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വായിക്കില്ല. എങ്ങനെ വായിക്കാൻ പറ്റുക? വായിച്ചേ 22-23. മത്തായി 7:22-23. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും
നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് യേശുവിന്റെ പ്രവചനമാണിത്. യേശു പ്രവചിച്ചു പറയാം, അന്നാളിൽ പലരും എന്നോട് വന്ന് ഇങ്ങനെ, ഞാനാണ് ജഡ്ജി, ഞാനാണ് തീരുമാനിക്കുന്ന ആള്, പലരും വന്ന് എന്നോട് പറയും. അവർ പറയുന്നത് ഇങ്ങനെയായിരിക്കും, നിന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്ത വേലകളെ കുറിച്ച് ഈ പറയണേ. ആ വേലയുടെ വർക്ക് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ യേശു ക്രിസ്തു ഇവർ ഈ വർക്ക് റിപ്പോർട്ട് പ്രിയ സഹോദരങ്ങളെ, ഈ വർക്ക് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇവരുടെ ഹൃദയത്തിലെ ചിന്ത എന്തുവാ, എന്തായിരിക്കും? ഈ വർക്ക് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇവരെന്തായിരിക്കും ചിന്തിക്കണേ? നിങ്ങൾക്കൊന്ന് അസ്യൂം ചെയ്യാമോ? ഇവർ യേശുവിൻ്റെ അടുത്ത് പറയാം, യേശുവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു. അതായത് അനേകം മീറ്റിങ്ങുകൾ നടത്തി റിപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഇവരെന്തായിരിക്കും യേശുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? യേശു കസേരയിൽ നിന്ന്, സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കമോ വന്നട്ടെ ചാക്കോ പാസ്റ്ററേ, മത്തായി മെത്രാനെ വാ എന്ന് പറയുന്ന അവർ പ്രതീക്ഷിച്ചേ. പക്ഷെ യേശു നേരെ എന്നാ പറഞ്ഞേ? ഗെറ്റ് ഔട്ട്. ആരോട്? ഈ ദൈവദാസന്മാരോട്. ഗെറ്റ് ഔട്ട്. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ. ഹല്ലേലൂയ. വായിച്ചു താഴേക്ക്. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്ത് പറയും. മനസ്സിലായോ? ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്ത് പറയും. ഒരു പള്ളിയിലും വായിക്കാത്ത ദൈവവചനം ടൈറ്റിൽ. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്ത് പറയും. ഹല്ലേലൂയ. ഇതൊരിക്കലും ഒരു ചർച്ചിൽ പോയി പ്രസംഗിക്കാനായിട്ട് ഇടയായേ. വലിയൊരു ചർച്ച, 12,000 പേരുണ്ട്. അങ്ങനെ ചർച്ച് പ്രസംഗിക്കാൻ ഇടയായി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അവിടുത്തെ പാസ്റ്റർ ചാടി വന്നിട്ട് ഉടനെ മൈക്കെടുത്തോണ്ട് പറയാ, സഹോദരങ്ങളെ, ഇത് യഥാർത്ഥത്തിൽ ശരിക്കും രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചാട്ടോ. ശരിക്കും രക്ഷിക്കപ്പെടാത്തവരെ. അദ്ദേഹം എന്താ ചെയ്തേ? ഉടനെ ആ വാക്കിനെ അങ്ങ് ക്യാൻസൽ ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? വേറെ രീതിയിലേക്ക് ഒഴുക്കി അങ്ങ് മാറ്റി. അദ്ദേഹത്തിനുള്ള ശിക്ഷ എന്തായിരിക്കും? കർത്താവ് തീരുമാനിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇത് വ്യക്തതയോടെ നാം മനസ്സിലാക്കുക. ഈ തലമാൽ, ഈ യേശുവാണ് നമ്മളെ ന്യായം വിധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പല വചനങ്ങളും വിഴുങ്ങിയല്ല പോകേണ്ടത്. ബൈബിളിലെ എല്ലാ വചനവും സത്യമാണ്. ഈ ബൈബിളിൻ്റെ സന്ദേശം പോലെ സന്ദേശം തരുന്നൊരു നല്ല പുസ്തകം വേറെ ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ദൈവം മനുഷ്യർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഭാവിയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അത് മാന്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും, ഏത് ജാതി, ഏത് മതം, ഏത് സംഘടന, ഏത് ഗ്രൂപ്പ്, എല്ലാവരെയും സ്നേഹിക്കാനാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വേർപെടേണ്ട എന്തിൽ നിന്ന്? പാപത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കണം. പാപിയെ സ്നേഹിക്കണം. ആ വ്യക്തിയെയും കൂടെ ഇതാ യേശുവിനെ പോലെ ആക്കുന്ന, ആ ദൈവപുത്രനാക്കുന്ന ആ സംവിധാനത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാനാണ് നമ്മളെക്കുറിച്ച് ആവശ്യപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊന്നിലേക്കും വരാതെ ഫലമില്ലാത്ത ഒരു ക്രിസ്ത്യാനിത്വം അല്ല ബൈബിളിലുള്ളത്. റൈറ്റ് ആയിട്ടുള്ളൊരു വേഡിങ് ആണ്. അതിലേക്ക് ദൈവം നമ്മളെ നയിക്കുക. പിന്നെ സഹോദരങ്ങളെ, ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മനോഹരമായിട്ട് നയിക്കപ്പെടണം, നടത്തപ്പെടണം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. യേശു പറഞ്ഞ ഒരു കാര്യം ഗുളിക നിങ്ങൾക്ക് തരാം. യേശു പറഞ്ഞ വേറൊന്നുമല്ല. നിങ്ങൾ ചിന്തിക്കുന്നത് എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നുള്ളതാണ്. യേശു പറഞ്ഞു, ഇതൊക്കെ കിട്ടാനുള്ള ഒറ്റ മാർഗമുള്ളൂ. മുമ്പേ അടുത്ത വാസസ്ഥലം അന്വേഷിക്കുക. നിന്റെ വാസസ്ഥലം അന്വേഷിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, മുമ്പേ ദൈവത്തിന്റെ രാജ്യത്വവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും. പറഞ്ഞേ, അതോടുകൂടെ ഇതൊക്കെയും. ഏതാണത്? മുമ്പേ ദൈവത്തിന്റെ രാജ്യത്വം, അതാണ് ദൈവഭവനം. ആ ഭവനത്തിൽ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ, നീതി അന്വേഷിക്കുക. അവിടെ ചേർന്ന് വസിക്കാൻ വേണ്ടി നീ ആഗ്രഹിക്കുക. അതോടുകൂടെ നിനക്ക് ഇവിടെ വേണ്ടത് എന്താണോ അത് നിനക്ക് ചേർത്ത് നൽകപ്പെടും. എൻ്റെ ജീവിതം ഇങ്ങനെയാണ്. ഹല്ലേലൂയ.
എൻ്റെ ജീവിതം ഇങ്ങനെയാണ്. അമ്മയുടെ താലിമാല പണയം വെച്ചിട്ട് ഇച്ചിരി ഇത് ഓഫ് ചെയ്തു. അമ്മയുടെ താലിമാല പണയം വെച്ച് പഠിക്കാൻ അയച്ചതാണ് എന്നെ ഒരു ദരിദ്ര വീട്ടിൽ നിന്ന്. ഒരു ഹിന്ദു സഹോദരൻ യേശുക്രിസ്തുവിനെ കുറിച്ച് ട്യൂഷൻ പഠിപ്പിക്കാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ക്രിസ്ത്യാനികളൊന്നും ജീവിച്ചിട്ട് ക്രിസ്തു പറഞ്ഞ അനുസരിക്കാതെയെന്ന്. അപ്പം ഞാൻ അദ്ദേഹത്തോട് തട്ടിക്കയറി. തുടർന്ന് അദ്ദേഹം എന്നോട് ബൈബിള് എടുത്തുകൊണ്ട് വരാം, ബൈബിളിലെ 10 ബൈബിൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ട്യൂഷൻ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വരാന്തയിൽ അദ്ദേഹം വീടിൻ്റെ അകത്ത് പോയിട്ട് ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൂജയൊക്കെ നടക്കുന്നൊരു വീടാണ്. ബൈബിൾ എടുത്തുകൊണ്ട് വന്നിട്ട് എന്നോട് ബൈബിൾ തുറന്നിട്ട് ദൈവം തന്ന 10 കൽപ്പന വായിക്കാൻ പറഞ്ഞു. ക്രിസ്ത്യാനിയായി എനിക്കറിയോ 10 കൽപ്പന എവിടെ കിടക്കണമെന്ന്? നമുക്കറിയോ? ക്രിസ്ത്യാനികളെ എല്ലാവരും ചിന്തിച്ച് നോക്കിയോ 10 കൽപ്പന എവിടെ കിടക്കണമെന്ന് നമുക്കറിയോ? അച്ഛൻ്റെ ഇടത്തും വലം നിൽക്കുന്ന ആളോ, പക്ഷേ എനിക്ക് അറിഞ്ഞൂടെ എവിടെ 10 കൽപ്പന കിടക്കണമെന്ന്. എന്നിട്ട് ആ ഹിന്ദു സഹോദരൻ തന്നെ എടുത്തു തന്നു ബൈബിളിൽ 10 കൽപ്പന എവിടെ കിടക്കണമെന്ന്. പുറപ്പാട് 20. ആ പുറപ്പാട് 20 ആവർത്തനം 5 ഉണ്ട്. എന്നോട് വായിക്കാൻ പറഞ്ഞു. അതിൽ ഞാൻ വായിച്ചു, നിന്റെ ദൈവമായ കർത്താവ് ഞാനാവുന്നു, ഞാനല്ലാതെ വേറെ ദൈവം നിനക്ക് ഉണ്ടാകരുത്. അപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിന് മുഖത്ത് നോക്കി, ഇതൊക്കെ ഞങ്ങൾ കന്യാസ്ത്രീയമ്മ പഠിപ്പിച്ചിട്ടുള്ളതാണ്, വേറെ ക്ലാസ്സിൽ പോകുന്നുണ്ടേ, പഠിപ്പിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ഇത്ര രണ്ടാമത് വായിക്കാൻ പറഞ്ഞു. അതിലെഴുതിയിരിക്കുന്നു, മുകളിൽ ആകാശത്തുള്ളതോ താഴെ ഭൂമിയിലുള്ളതോ ഭൂമിക്കിടെ ജലത്തിലുള്ളതോ ആയ യാതൊന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ ഉണ്ടാക്കരുത്, അവയ്ക്ക് മുമ്പ് നീ വന്ദിക്കുകയോ വണങ്ങുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ 3, 4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. ഞാൻ നോക്കുമ്പോൾ രണ്ടാമത്തെ കൽപ്പന ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ ബൈബിളിലുണ്ട്. പിന്നെ ബാക്കിയെല്ലാ കൽപ്പനകളും നോക്കിയപ്പോൾ എല്ലാം ഞാൻ പഠിച്ചിട്ടുള്ളതാണ്, പക്ഷെ രണ്ടാമത്തെ കൽപ്പന പഠിച്ചിട്ടില്ല. ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കുന്നൊരു പുസ്തകമുണ്ട്, പിങ്ക് കളറുള്ള ഒരു വേദോപദേശ പുസ്തകം. അതെടുത്ത് നോക്കിയപ്പോൾ ഈ ബൈബിളിൽ ഈ പുള്ളിക്കാരൻ വായിച്ച് കേൾപ്പിച്ച രണ്ടാമത്തെ കൽപ്പന ആ പുസ്തകത്തിലില്ല. കത്തോലിക്കരായി ഞങ്ങളെ പഠിപ്പിക്കുന്ന ആ പുസ്തകത്തിൽ ആ രണ്ടാമത്തെ കൽപ്പനയില്ല. അപ്പം ഞാൻ ആ കൺഫ്യൂഷനായി. ഈ ഹിന്ദു സഹോദരൻ കാണിച്ചത് കള്ള ബൈബിളായിരിക്കും എന്ന് ചിന്തിച്ചിട്ട് ഞങ്ങളുടെ ഒരു ബൈബിളുണ്ട്, തടിച്ചൊരു ബൈബിൾ, POC തടിച്ചൊരു ബൈബിൾ. അത് നീല കളറുണ്ട്, ചുവന്ന കളറുണ്ട്. ഞങ്ങൾ സാധാരണ ബൈബിൾ എടുത്ത് അലങ്കരിച്ച് വെക്കാനും വയ്ക്കണം. അലങ്കരിച്ച് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു ബൾബൊക്കെ കത്തിച്ചൊരു പൂമാലയൊക്കെ ഇട്ട് രൂപക്കൂട്ടിൽ ഞങ്ങൾ വയ്ക്കും. ആ ബൈബിൾ എടുത്തു അവിടെ നിന്ന്. ഞങ്ങൾ സാധാരണ വായിക്കുന്ന കുടുംബ ലിറ്റർജി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ബർത്ത്ഡേ അതിനൊക്കെ വായിക്കുന്ന കുടുംബ ലിറ്റർജിയിൽ എഴുതിയ പ്രാർത്ഥനകളുണ്ട്, ഇതാണ് ഞങ്ങൾ വായിക്കാറ്. അപ്പോൾ ബൈബിൾ നോക്കി, കത്തോലിക്ക സഭയുടെ ബൈബിൾ നോക്കിയപ്പോൾ, ആ POC ബൈബിൾ നോക്കിയപ്പോൾ ബൈബിളിൽ ഉണ്ടടാ ഈ രണ്ടാമത്തെ കൽപ്പന ഉണ്ട്. ബൈബിളിൽ നിന്ന് എഴുതി ഞങ്ങളെ പഠിപ്പിക്കുന്ന വേദോപദേശ പുസ്തകത്തിൽ രണ്ടാമത്തെ കൽപ്പന ഇല്ല. അപ്പം എനിക്ക് ആകെപ്പാടെ ഞാൻ വല്ലാതെ അപ്പം ഒരു കൽപ്പന കാണാനില്ല, ഒരു കൽപ്പന കാണാതെ പോയി. കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ പറഞ്ഞ കേട്ടിട്ട് ഞാൻ അതിശയിച്ചു. യാത്ര പോവുക, ഞങ്ങൾ എവിടെയോ കാറിലിരുന്ന് യാത്ര പോവുക. അപ്പോൾ ആരോ ഇദ്ദേഹത്തെ വിളിക്കുക. ആരെ? എൻ്റെ കൂടെയുള്ള ആളെ വിളിക്കുക. കഴിഞ്ഞ ധ്യാനം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ എവിടുന്നോ വിളിക്കുക. ഞങ്ങളുടെ എൻ്റെ ബൈബിൾ ഞാൻ അവിടെ ഏതോ റൂമിൽ വെച്ച് മറന്നുപോയി എന്ന് ദൂരെയുള്ള ആൾ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആളോട് പറയുക. എന്നിട്ട് ആ ബൈബിള് ഒന്ന് നോക്കിയേക്കണേ, എന്ന് സൂക്ഷിച്ചു വെച്ചേക്കണേന്ന്. അപ്പം എൻ്റെ കൂടെ വന്ന ആൾ തിരിച്ചൊരു ഉത്തരം പറഞ്ഞ് ഞാൻ അതിശയിച്ചു. അദ്ദേഹം തിരിച്ചു പറഞ്ഞെങ്ങനെയാ, പാസ്റ്റേ പൈസ വേറെ ഒന്നും അല്ലല്ലോ, ബൈബിളല്ലേ, ആരും കൊണ്ടുപോകില്ല, പൈസയൊക്കെയാണെങ്കിൽ നമ്മൾ നോക്കണമല്ലോ. മനസ്സിലായ? അപ്പൊ ഞാൻ അതിശയിച്ചു, എൻ്റെ ദൈവമേ, ഈ ബൈബിളിന് ഇത്രയും വിലയില്ലേ, ആരും കൊണ്ടുപോകില്ല, അവിടെ ഇരുന്നോളൂ, ഒരുത്തനും കൊണ്ടുപോകത്തില്ലെന്ന്. മനസ്സിലായ? പക്ഷെ ഇവിടെ ബൈബിളിലെ വചനം കാണാതെ പോയി, രണ്ടാമത്തെ കൽപ്പന കാണാതെ പോയി. പുതിയ ടൈറ്റില്, രണ്ടാമത്തെ കൽപ്പന കാണാതെ പോയി. എവിടെ? വേദോപദേശ പുസ്തകത്തിൽ നിന്ന്. ഞങ്ങൾ കത്തോലിക്കരെ പഠിപ്പിച്ച ഉപദേശ പുസ്തകത്തിൽ നിന്ന് രണ്ടാമത്തെ കൽപ്പന കാണാതെ പോയി. തപ്പി ചെന്നപ്പോ ബൈബിളിലുണ്ട്, വേദോപദേശ പുസ്തകത്തിൽ ഇല്ല. ഉടനെ ഞാൻ ചെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞ്, അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ മൂത്ത കത്തോലിക്കരാട്ടോ. അമ്മ വിമൻസ് വെൽഫെയറിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അമ്മ എന്നോട് പറഞ്ഞ്, മോനോട് ആരായത് പറഞ്ഞേ? ഞാൻ പറഞ്ഞു ട്യൂഷൻ ടീച്ചർ സുരേഷ് സാറ്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നമുക്ക് മാർപ്പാപ്പ, മെത്രാൻ, അച്ഛൻ, കൊച്ചച്ഛൻ, കന്യാസ്ത്രീ, നമ്മുടെ തലസ്ഥാനം റോമിലാ, ഇവരാരും കണ്ടുപിടിക്കാത്ത കാര്യമാണോ ഈ ഹിന്ദു കണ്ടുപിടിച്ചേ? മോനൊരു കാര്യം ചെയ്യും, നാളെ പോലെ ട്യൂഷന് പോകണ്ട, നിർത്തിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ യഥാർത്ഥത്തിൽ ദൈവം കണ്ട സമയം അതായത് അവിടെ തുടങ്ങിയാണ് ടേണിംഗ് പോയിന്റ് തുടങ്ങുവാനായിട്ട് ഇടയായത്.
ജീവിതത്തിൽ ആ ഹിന്ദു സഹോദരനിലൂടെ ആ ബൈബിളിലെ വചനങ്ങൾ ഇത് എൻ്റെ ഹൃദയത്തിൽ സ്ട്രൈക്ക് ചെയ്യുകയും ജീവിതത്തിന് വമ്പൻ മാറ്റങ്ങളിലേക്ക് കടന്നു വരാനിടയായി. തുടർന്ന് ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു മേജർ കാര്യമാണ് മത്തായി 6:33. ഞാൻ കണ്ട ഒരു കാര്യം, ലോകത്തിലെല്ലാ മനുഷ്യരും ഓടുന്നത് എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്നുള്ള വിഷയത്തിനാണ് അവൻ പഠിക്കുന്നത്. വിദ്യാഭ്യാസം, അവൻ ജോലി എടുക്കുന്നത്, എല്ലാം ചെയ്യുന്നത് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. പക്ഷേ കർത്താവ് ഒരൊറ്റ വാക്കുകൊണ്ട് അതിൻ്റെ പരിഹാരം എത്തി. വായിച്ച 6:31, 32, 33 വായിക്കുക. മത്തായി 6:31 മുതൽ. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ശ്രദ്ധിച്ചേ, ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയാണ്, യേശുക്രിസ്തു നമുക്ക് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ തരികയാണ്. നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോൾ പ്രിസ്ക്രിപ്ഷൻ തരത്തില്ലേ? യേശു പറയാണ് ഇതിനെല്ലാം കൂടി ഒരു ഒറ്റമൂലി തരികയാണ്. മുമ്പേ നീ സുവിശേഷം അന്വേഷിക്കുക. എന്താ സുവിശേഷം? ദൈവത്തോടു കൂടിയുള്ള വാസമാണ് സുവിശേഷം. അതിലേക്കുള്ള ഏക വഴിയാണ് യേശു കാൽവരിയിൽ തുറന്നത്. ഹല്ലേലൂയ. ഈ സുവിശേഷത്തിൽ നീ ദൈവത്തോട് വസിക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ, അതിലേക്കുള്ള യാത്രയാണെങ്കിൽ, നിനക്ക് ഉണ്മാനും കുടിക്കാനും ധരിക്കാനും നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ വേണോ അത് നിന്നെ പിന്തുടരും. ഇത് തിരിച്ചറിയാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. പ്രിയ സഹോദരങ്ങളെ, അന്നു മുതൽ അമ്മയുടെ താലിമാല പണയം വെച്ച് പഠിക്കാനയച്ച എൻ്റെ ജീവിതത്തെ ഈ വചനത്തിൻ്റെ ഉള്ളിൽ ദൈവം കരുതി എൻ്റെ ഭൗതിക അവസ്ഥകൾ മാറ്റി, ആത്മീക അവസ്ഥകൾ മാറ്റി. പട്ടിക ചരിഞ്ഞ് ദ്രവിച്ച് മഴ പെയ്ത വെള്ളം കയറുന്ന ഒരു വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. ആ അവസ്ഥകളൊക്കെ മനോഹരമായി സ്വർഗത്തിലെ മാറ്റി. ഇതിനേക്കാൾ എല്ലാം ഉപരിയായി ഇതാ ഭൂമിയിലെ ജഡത്തിലുള്ള ജീവിതത്തെക്കാൾ ഉപരി സ്വർഗത്തിൽ ക്രിസ്തുവിൽ ദൈവത്തോടു കൂടിയുള്ള ഒരു ജീവിതത്തിലേക്ക്, മരണമില്ലാത്ത ജീവിതത്തിലേക്ക് ദൈവം എന്നെ മാറ്റി. ഇനി മരിച്ച ശേഷമല്ല ഞാൻ സ്വർഗത്തിൽ ജീവിക്കുന്നത്, വീണ്ടും ജനിച്ച ശേഷമാണ്. ആ വീണ്ടും ജനനത്തിലൂടെയുള്ള ആ ജീവിതം എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. നമുക്ക് അടുത്ത സെക്ഷനിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ കേട്ട കാര്യം 2 വാസസ്ഥലങ്ങളെക്കുറിച്ച് നാം കേട്ടു. ഹല്ലേലൂയ. ഒന്ന്, ഇതാ നാം നമുക്കായി ഒരുക്കുന്ന വാസസ്ഥലം, അത് അതിവേഗം ജപ്തി ചെയ്തുകൊണ്ട് പോകും. മരണം വന്ന് ജപ്തി ചെയ്യും. ഏത് ഡോക്ടറുടെ സഹായം പിടിച്ചാലും, വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചാലും, ഇറങ്ങടാ വെളിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് മരണം നമ്മളെ ജപ്തി ചെയ്തുകൊണ്ട് പോകും. ആ സമയത്ത് നമുക്ക് വേണ്ടത് മറ്റൊരു വാസസ്ഥലമാണ്. യഥാർത്ഥത്തിൽ സുവിശേഷം എന്ന് പറയുന്നത് മറ്റൊരു വാസസ്ഥലമാണ്, ക്രിസ്തുവിൽ ദൈവത്തോട് കൂടെയുള്ള വാസം. ഈ സുവിശേഷം ആസ് ഇറ്റ് ഈസ് സുവിശേഷകരായ നമ്മൾ ലോകത്തെ അറിയിക്കണം. എന്താണ് രക്ഷ, എന്താണ് സുവിശേഷം ലക്ഷ്യം, ഇതല്ല കാര്യം വ്യക്തതയോടെ അറിയിച്ച് ഈ ജനത്തെ ഇവിടെ എങ്ങും ആരാധനയിൽ കൊടുക്കരുത്, കുർബാനയിൽ കൊടുക്കരുത്, സ്തുതിയിൽ കൊടുക്കരുത്, ഉപവാസത്തിൽ കൊടുക്കരുത്, പ്രാർത്ഥനയിൽ കൊടുക്കരുത്. ഇതൊക്കെ നമുക്ക് വേണോ, പക്ഷെ ഇതൊന്നുമല്ല ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവിൽ സ്വർഗസ്ഥ പിതാവോടുകൂടെ വസിക്കുന്നതാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കി യേശുവിനെ സ്തുതിക്കുന്നത് കൊണ്ട് തെറ്റില്ല, യേശുവോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തെറ്റില്ല. ഇതാ മറ്റ് പല കാര്യങ്ങളുണ്ട്. എന്നാൽ അതിലൊന്നും കുടുങ്ങാതെ യേശു പറയുന്നു, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. ആ പിതാവിൻ്റെ ഇഷ്ടം എന്തെന്ന് അറിയാതെ ബാക്കി എന്തൊക്കെ കളിച്ചിട്ട് എന്താ കാട്ടിലെ കാര്യമാണ്. IAS പരീക്ഷ മാത്രം ഞാൻ പാസ്സായില്ല, പക്ഷെ എനിക്ക് കളക്ടറാകണം, വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കുക, അത് ചെയ്യുവാൻ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ നിത്യമായ ആ സ്വർഗീയ ഭവനത്തിൽ ക്രിസ്തുവോടുകൂടെ ജീവിപ്പാൻ ഇടയാകും. നമുക്ക് ഒരു നിമിഷം ദിവസം എഴുന്നേക്കാം. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഒരു നിമിഷം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഓ ഫാദർ വി താങ്ക്. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. ഈ സമയം കർത്താവ് നമ്മളോട് പറഞ്ഞ ചിന്ത ഒന്ന് ചിന്തിച്ചാട്ടെ. ദൂരെയായിരിക്കുന്ന ഓൺലൈനിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കളും, മോളെ, നീ ഷർട്ടിൻ്റെയും സാരിയുടെയും ചുരിദാറിൻ്റെയും ഒക്കെ ഉള്ളിലായിരിക്കുന്ന ആ ശരീരത്തിലാണ് ഇന്ന് വസിക്കുന്നത്. ആ ശരീരം നീ ചോറ് കൊടുത്ത് വളർത്തിയതാ,
നീ പൊറോട്ടയും ബിരിയാണിയും കൊടുത്ത് വളർത്തിയതാ. ആ ശരീരം വളരുകയാണ്. ആ ശരീരം വളരുമ്പോൾ ആ ശരീരമാണ് നീ, ഞാൻ എന്ന ചിന്തയിലാണ് നാം വളർന്നത്. എന്ന ശരീരമല്ല നമ്മൾ. ആ ശരീരത്തിൻ്റെ ഉള്ളിലാണ് നാം. ആ ശരീരത്തെ വളർത്തിയത് നമ്മളാണ്. പക്ഷേ ആ ശരീരത്തിൽ നിന്ന് അധിക താമസിയാതെ മരണം നമ്മെ പുറത്താക്കും, നമ്മളെ ജപ്തി ചെയ്യും. അപ്പോ മറ്റൊരു വാസസ്ഥലവുമായി സ്വർഗീയ പിതാവ് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ആ വാസസ്ഥലം ദൈവത്തോടു കൂടിയുള്ള ജീവിതമാണ്. ക്രിസ്തുവിലാണ് ആ ജീവിതം. അതാണ് സുവിശേഷം, നല്ല വിശേഷം. ആ നല്ല വിശേഷത്തിലേക്ക് എന്നെ സമർപ്പിക്കുന്നു എന്ന എത്ര പേർ ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യും? മോനെ, നീ എന്നോടല്ല, നിന്റെ ഹൃദയത്തിൽ, കണ്ണുകളെ അടച്ച ഹൃദയത്തിൽ ദൈവത്തോടൊന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ദൈവത്തോടൊന്ന് തിരിച്ച്, നിന്റെ ഹൃദയത്തിൽ ഇത്രയും ദൈവം നിന്നോട് സംസാരിച്ചപ്പോൾ തിരിച്ച് ദൈവത്തോട് എന്താ പറയാനുള്ളതെന്ന് തിരിച്ചൊന്ന് പറഞ്ഞേ. തിരിച്ചങ്ങോട്ടേക്കൊന്ന് പറഞ്ഞേ. അപ്പാ, എനിക്ക് ഇത് അറിയില്ലായിരുന്നു. ഈ ശരീരത്തിന് ഞാൻ ഇറങ്ങിക്കൊടുക്കണമെന്നുള്ള ചിന്ത എനിക്കില്ലായിരുന്നു. എല്ലാവരും മരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു, പക്ഷേ ഞാൻ ഇറങ്ങിക്കൊടുക്കണമെന്ന് ചിന്തയില്ലായിരുന്നു. എൻ്റെ അടുത്ത വാസസ്ഥലം അങ്ങിലാണെന്ന്, അത് യേശുവിലാണെന്നുള്ള അറിവ് എനിക്കില്ലായിരുന്നു. ഇന്ന് ഞാനത് അറിയുവാൻ അങ്ങ് ഇടയാക്കിയല്ലോ. നന്ദി ദൈവമേ, നന്ദി യേശുവേ. ഇതാ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ആ ക്രിസ്തുവിൽ അങ്ങയോടൊപ്പം ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. ഓരോരുത്തരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, ദൈവത്തോടൊന്ന് റെസ്പോണ്ട് ചെയ്തേ, എന്നെ സഹായിക്കണമേ. നിന്റെ ഹൃദയം ദൈവം കാണുന്നുണ്ട്. നിന്റെ ചുണ്ടുകളൊന്ന് അനങ്ങട്ടെ, ദൈവം ഒന്ന് കേൾക്കട്ടെ. നിന്റെ ആഗ്രഹം ഒന്ന് കേൾക്കട്ടെ. നിന്റെ ചുറ്റുപാടുമുള്ള സൃഷ്ടികൾ, വായു ഒന്ന് കേൾക്കട്ടെ. ആ ചുറ്റുപാടുമുള്ള എല്ലാ സൃഷ്ടി വസ്തുക്കളും ഒന്ന് കേൾക്കട്ടെ. നിന്റെ ആഗ്രഹം ഒന്ന് കേൾക്കട്ടെ. ദൈവത്തോടൊന്ന് പറഞ്ഞ്, ആ ക്രിസ്തുവിൽ അങ്ങയോടുകൂടെ ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിനായി എന്നെ സമർപ്പിക്കുന്നു, എന്നെ സ്വീകരിക്കണമേ എന്ന് ഓരോ വ്യക്തിത്വങ്ങളും ദൈവത്തോടൊന്ന് ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയോടുകൂടെ ജീവിപ്പാൻ, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കാൻ യേശു പറഞ്ഞത് ഇതാ, ഞാനും ഇതാ ദൈവസന്നിധിയിൽ ഏറ്റുപറയും, എന്നെ സ്വീകരിക്കണമേ എന്ന്. അങ്ങനെയെങ്കിൽ പ്രിയ മകനെ, പ്രിയ മകളെ, നിന്റെ സകല ജീവിത ആവശ്യങ്ങളുടെ മേലും നീ പല പല ആവശ്യങ്ങളുമായി വന്നിരിക്കുന്നത്, പല പല പ്രാർത്ഥനകളുമായി വന്നിരിക്കുന്നത്. നീ ദൈവത്തോട് നിന്നൊന്ന് ഏറ്റുപറയുന്നുവെങ്കിൽ നിന്റെ പ്രാർത്ഥനകളുടെ മേൽ, നിന്റെ ആവശ്യത്തിന്റെ മേൽ മഞ്ഞും മഴയും അയച്ച് നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവം മൈലുകൾക്ക് അകലെയുള്ള നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ, ഈ ഹോളിന്റെ ഉള്ളിൽ നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ, നിന്റെ മക്കളെ കുറിച്ചുള്ള ആവലാതിയുടെ മേൽ, നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള നാളെ എങ്ങനെ നേരിടും, നിന്റെ സാമ്പത്തിക വിഷയങ്ങളെ കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ കര നിന്റെ മേൽ കടന്നു വരികയാ. ദൈവത്തിന്റെ കര നിന്റെ മേൽ കടന്നു വരികയാ. സർവാശ്വാസങ്ങൾ ദൈവത്തിന്റെ കാലം നിന്റെ മേൽ കടന്നു വരികയാ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗികളായിരിക്കുന്നവർ തങ്ങളുടെ ചിന്തകൾ, തങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ മനുഷ്യന്റെ ശരീരം സൃഷ്ടിച്ച ദൈവത്തിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. എല്ലാ രോഗങ്ങളോടും അതിന്റെ കാരണങ്ങളോട് യേശു രക്തത്താൽ ഇവരുടെ സകല പാപങ്ങളും കഴുകി ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ രോഗങ്ങളോട് അടങ്ങുവാൻ കൽപ്പിക്കുക, വിട്ടുമാറുവാൻ കൽപ്പിക്കുക, സൗഖ്യമാകുവാൻ കൽപ്പിക്കുകയാണ്. എല്ലാ മന്ത്രവാദ കൂടോത്ര കെട്ടുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന്, ഇവരുടെ കൃഷി സ്ഥലങ്ങളിൽ നിന്ന്, ഇവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങളിൽ നിന്ന്, ഇവരുടെ ഓഫീസ് മണ്ഡലങ്ങളിൽ നിന്ന്, ഇവരുടെ കുടുംബ ജീവിതത്തിൽ നിന്ന്, ഇവരുടെ മക്കളെ പഠിപ്പിക്കത്തില്ല എന്ന് വാദിക്കുന്ന എല്ലാ കുടുംബ പാരമ്പര്യ ശാപങ്ങളിൽ നിന്ന്, കൂടോത്രത്തിൽ നിന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. മകൾ പരിപൂർണമായി സ്വതന്ത്രരാകട്ടെ. ദൈവിക സമാധാനം ഇവരുടെ ഹൃദയങ്ങളെയും നിലവുകളെയും വ്യാപരിക്കട്ടെ. ദൈവിക തേജസ് വ്യാപരിക്കട്ടെ. ദൈവമേ കൊടുത്ത വിടുതലുകൾക്കായി നന്ദി. സർവ്വമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് കർത്താവോട് ചേർന്ന് നടക്കാം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു വെരി മച്ച്. ഉച്ചയ്ക്ക് ശേഷം അടുത്ത സെക്ഷൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ ഭക്ഷണത്തിനായി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ,